ഞാനിപ്പോ ഒരു പ്രായമുള്ള ആയി അയൽപക്കത്തെ 50ഓളം കുഞ്ഞുങ്ങൾക്ക് ജിലേബിയും ലഡുവും വിതരണം ചെയ്തു. ചോദിച്ചു, ആന്റിയുടെ ബർത്ത്ഡേ ആണ്? അല്ല. വിവാഹ വാർഷികമല്ല, ഈ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണല്ല, പിന്നെ ഈ ലഡു. ആന്റിയുടെ മറുപടി, 9 മാസമായി സീരിയൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി പിന്നെയാണ് ശ്രദ്ധിച്ചു. അതിന്റെ സന്തോഷമാണ് ആന്റിയുടെ മാറ്റി കൊടുക്കുക. വീട് ഒരു സിനിമ തിയേറ്ററാണ്. 4 വീട് ഒരു ബ്യൂട്ടി പാർലർ. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ പരമാവധി മേടിച്ചു വെക്കുക. എന്ത് പൈസ കണ്ടാലും ആ ഐറ്റം മേടിക്കുക. എന്തെല്ലാം കണ്ടാലും മേടിച്ചു വെക്കുക. പൈസയ്ക്ക് ഒരു വിലയില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, കാശിന് വിലയില്ല. ആവശ്യമില്ലാത്ത ചെരുപ്പുകൾ, ആവശ്യമില്ലാത്ത ആഭരണങ്ങൾ, ആവശ്യമില്ലാത്ത വസ്ത്രങ്ങൾ, ആവശ്യമില്ലാത്ത മുൻപിൽ കണ്ടുകൂടുന്ന വീടുകൾ, ആവശ്യമില്ലാത്ത ഭക്ഷണക്രമങ്ങൾ, ഒരു കുഞ്ഞിന്റെ ബാപ്റ്റിസം ദൂർത്ത്, പഷ്ടമ്പഴം ദൂർത്ത്, കല്യാണം ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന പണം, അത് മക്കളെ പഠിപ്പിക്കുന്നു, കാശിന് വിലയില്ല. ആ മക്കളും പൈസ അനുസരിക്കാൻ തോന്നും. നമുക്കൊരു മിനിമത്തിലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. മിനിമത്തിലൊക്കെ ചിലപ്പോഴൊക്കെ കാണാം ഈ അലങ്കാരങ്ങളൊക്കെ ആയിട്ട് വീട് ഒരു ബ്യൂട്ടി പാർലർ. ചില ഇവിടെ കാണാൻ നല്ല ഭംഗി, മര്യാദയ്ക്ക് തുണി കൊടുത്താൽ ആരും ഒന്നുകൊണ്ട് പോകും. ചില പെണ്ണുങ്ങൾ ഡ്രസ്സും ധരിച്ച് ഇല്ലിക്കുറ്റി കൂട്ടുകൂടി ഒരു ഷൂസും കയറ്റി തല മുന്നോട്ടെത്തി, കുതിരവാലുകളുടെ പുറകെ മുന്നോട്ടെത്തി നടന്നുകൊണ്ട് കണ്ടാത്തൊന്നും ഏതോ എരുമകളാവും അടിയിൽ വയനാട്ടില് പിള്ളാർക്കെല്ലാം കുടിക്കാൻ പോലെ മുന്തിൽ തന്നെ നടക്കാൻ കാണാം. ആ വീട്ടിലേക്ക് വീട് ഒരു ബ്യൂട്ടി പാർലർ, അലങ്കാരത്തിന്റെ ആനന്ദത്തിന്റെ ബ്യൂട്ടി പാർലർ. നമുക്ക് ഇതിനൊന്നും ആവശ്യമില്ലാന്ന് കർത്താവ് പഠിപ്പിച്ച കാലമായിരുന്നു കൊറോണ വൈറസ്. അതിൽ എന്തെല്ലാം വരും? എനിക്ക് ഈ നൈറ്റി പോരാ, ഈ ചുരിദാർ പോരാ, ഈ പ്ലാൻസ് പോരാ, ഈ ഷർട്ട് പോരാ, ഈ മാല പോരാ, ഈ വാച്ച് പോരാ, ഈ ചെരുപ്പ് പോരാ, ഈ വീട് പോരാ, ഈ ഭാര്യ പോരാ, ഈ ഭർത്താവ് പോരാ, ഈ മുറി പോരാ. എന്തിനു വേണ്ടി പരാതികൾ പരാതിയായിരുന്നു. കൊറോണ കാലത്ത് പരാതി പോയി. എന്തെല്ലാം പരാതികൾ? കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനെ വിളിച്ചു, കാലം ഭർത്താവ് ഭാര്യയെ വിളിച്ചു, പിള്ളേരെ വിളിച്ചു, ശവങ്ങൾ, അയലോട്ടെ പിള്ളേരെ മെഴുകൻ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. 3 ശവം 8ാം ക്ലാസ്, 2ാം ശവം 6ാം ക്ലാസ്, 3ാമത്തെ ശവം 4ാം ക്ലാസ്. ആ വീട്ടിലെ കുഞ്ഞുങ്ങളോട് ഒരിക്കുക, നിങ്ങൾ കാലിനെ തന്നെ മുകളിൽ പിന്നെ ചായ കുടിക്കാൻ വിശാലോ കരി കടത്തുന്നു, ചോറ് വാക്കുന്നു, കുഞ്ഞു പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ഭർത്താവ് അവരുടെ ഭാര്യയെ കാലം കൂട്ടാണ് പിശാചിനെ വിളിച്ചു. ഇവർ രണ്ടും കൂടി അയൽവരുടെ മുന്നിൽ മാമോദിസയെ തലവിടാൻ വേണ്ടി പഠിച്ചു. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് അച്ഛൻ ചോദിച്ചു, പിശാചിനെ അതിന്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി ഉപേക്ഷിക്കാൻ മനസ്സിലായി. ഞാൻ ഒന്നും വേണ്ടി മരിപ്പിക്കും പറയുന്നു. അച്ഛൻ ചെവി കഴിക്കുക, പിശാചിനെ അതിന്റെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സിലാണോ? ഞാൻ ഒന്നും വേണ്ടിയില്ല. അച്ഛൻ പറഞ്ഞു, ഇതുങ്ങളെ മാറ്റിയിട്ട് ചെവി കഴിക്കുന്ന വല്ലവരും. അവസാനമായി ചോദിക്കും, പിശാചിനെ എല്ലാ പ്രവൃത്തിയോടും ഉപേക്ഷിക്കാൻ മനസ്സാണോ? ഏറ്റവും പറഞ്ഞു, എന്റെ അച്ഛൻ 25 വർഷമായില്ലേ, എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? വിളിച്ച് പഠിച്ചു പോയാൽ പദപ്രയോഗം അത് കിട്ടി. പക്ഷെ കൊറോണ വൈറസ് പഠിപ്പിച്ചു. ചക്കയുടെ ചങ്ങി പോലും മിക്സറായിട്ട് നടക്കാൻ പറ്റുന്നു പഠിച്ച കാലം. ചോറിയുടെ ഏതെങ്കിലും തേങ്ങാപ്പനി ഇട്ടാൽ തോരനാക്കാൻ പറ്റും പഠിച്ച കാലം. ഇത് മതി, അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. നമ്മുടെ പ്രത്യേകിച്ച് കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു 40 വയസ്സുള്ള സ്ത്രീ, അവരുടെ ജന്മസ്വപ്നമായിരുന്നു 1/2 ഗ്രാം തൂക്കത്തിൽ ഒരു മൂക്കുത്തി പണിയാണ്. എരുമപ്പാൽ കുറ്റിയുടെ ആവശ്യമുണ്ട്. ഈ സ്ത്രീ ഒരു മൂക്കുത്തി മൂമ്പ് വെച്ചു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ 10 മൂക്കിൽ മൂക്കുത്തി ഫിറ്റ് ചെയ്യിച്ചു. പിന്നെ മൂക്കുത്തി അടിക്കണം, ഉരുട്ടാൻ വേണം. രാവിലെ വൈകിട്ടും ഗമയോടെ നടന്നു. അതിന്റെ 15ാം ദിവസം സർക്കാരിന്റെ ഓർഡർ മാസ്ക് വെച്ച് ഈ സ്ത്രീ പറഞ്ഞു, ആരെ കാണിക്കാനാ ഈ കുന്താറിനെ കുറ്റി ചെയ്തത്? ആരെ കാണിക്കാനാ? ചില വീടുകൾ വീട്ടിൽ പാർക്കുകൾ, അലങ്കാര വസ്തുക്കൾ, ആളുകൾ വസ്തുക്കൾ, മണ്ണിൽ കിടന്നത് 4ാമത്തെ വീട്. 5 ചില വീടുകളിലേക്കും വീട് ഒരു ശ്മശാനം, വീട് ഒരു സിനിമയിൽ. എങ്ങനെയുള്ള വീടാണ്? കുടുംബശ്രീ, ജനശ്രീ, പള്ളി, പഞ്ചായത്ത്, രാഷ്ട്രീയം, ഭയങ്കര വർത്താനം. പള്ളി ബോംബ് വർത്താനം, പിരിയുമ്പം വർത്താനം. വീട്ടിൽ വന്നോ നിത്യഭവനം, സംസാരമില്ല. ഒരു 3 വീട്
ആ വീടിനെ വിളിക്കും വീട് സിദ്ധി. ഞാൻ അച്ഛനാണ്, ഒപ്പം കുടുംബ കോടതിയിൽ യജമാനിയെ സഹായിക്കുന്ന വക്കീലാണ്. ഒരുപാട് കേസുകൾ ചിലപ്പോൾ കോടതിയിൽ ചില കേസുകൾ ഒരുപാട് നീളുമ്പോൾ ചില ജഡ്ജിമാർ അവരുടെ താല്പര്യമാണെങ്കിൽ എന്റെ അടുത്ത് പറയാറ്. ഇപ്പം ജാതിപത ഭേദമന്യേ ആശ്രമത്തിൽ പലപ്പോഴും ഇങ്ങനെ കേസുകളുണ്ട്. ഇപ്പം പലപ്പോഴും കണ്ടൊരു പാഠം, ഈ കേസ് തീരണോ അതിനൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത് വർത്താനം പറയാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് കേസ് കേരളത്തിൽ ഫയൽ ചെയ്യുന്നത് IT വേണ്ടിയാണ്. IT കാരണം ഈ IT പ്രത്യേകത കമ്പ്യൂട്ടറിനോട് മുട്ടിമുട്ടി ഇരുന്ന് കുറെ കഴിയുമ്പോൾ വീറ്റാതരംഗം എഴുതിയത്. അങ്ങനെ വരുമ്പോൾ ക്ഷിപ്ര കോപം വരും. കൊച്ചുപിള്ളാര് പോലും അമിതമായി ഫോൺ പിടിച്ചിരുന്നാൽ, ഫോൺ നോക്കിയിരുന്നാൽ, ഉപയോഗിച്ചിരുന്നാൽ അമ്മയോട് ചുമ്മാ അരിശപ്പെടും. അപ്പോൾ അരിശപ്പെടും. ഭക്ഷണം വേണ്ട, വിശപ്പില്ല, ഒത്തിരി പറഞ്ഞാൽ കുത്തിപ്പൊട്ടിയും. ഞാൻ കഴിഞ്ഞ വർഷം വെല്ലൂർ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരുടെ ധ്യാനമായി. അവിടെ ചികിത്സാ രീതി ഒരു നോമോഫോബിയ. നോമോഫോബിയ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ കൈ ഇല്ലെങ്കിൽ പെട്ടെന്ന് അരിശം വരിക. അതൊരു മിനിമം പ്രാന്തിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ആദ്യമേ ചെറിയ കരണ്ടെടുക്കും, ഷോക്ക് കൊടുക്കും, മയക്കി കയറ്റും, ഇഞ്ചക്ഷൻ കൊടുത്ത് 1 മണിക്കൂർ ഫോൺ വേണ്ട, 2 മണിക്കൂർ വേണ്ട, അങ്ങനെ ട്രെയിൻ ചെയ്യും. ലോകാരോഗ്യ സംഘടന പഠിപ്പിക്കുന്നത് കൊച്ചു കുട്ടികൾ 13 വയസ്സുള്ള പ്രായമുള്ളവർ 20 മിനിറ്റിൽ കൂടുതൽ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചാൽ 12ാം വയസ്സിൽ തലച്ചോറിന് ക്യാൻസറിന് സാധ്യത കുഞ്ഞുങ്ങളിൽ വരും. എപ്പോഴും ഫോൺ നോക്കിയിരുന്നാൽ കാഴ്ച മങ്ങുന്നു. ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. ഇവിടെയാണ് വർത്തമാനം നമുക്ക് കുറച്ച് ആവശ്യമാണ്. അല്ലെങ്കിൽ വീട് ഒരു ശ്മശാനമായി പോകും. പിന്നെ അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഉന്നതി ചീട്ടുകളിയാണ്. ഏറ്റവും നല്ലത് ചീട്ട് കളിച്ചോണം. അപ്പോഴെല്ലാം ചുമ്മാ ചീട്ട് കളിക്കണം. പത്താം ചെസ് കളിച്ചാലും വേണ്ടിയല്ല, മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ചീട്ടുകളിയാണോ 10ാം ക്ലാസ്. ഒരു ഷെയറിങ് കുടുംബത്തിൽ നടക്കണം, ഒരു 10ാം ക്ലാസ്സിൽ നടക്കണം. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷം കുടുംബത്തിലാണ്. ഇപ്പൊ പലപ്പോഴും കേസിൽ പ്രധാന പ്രശ്നം മിണ്ടാൻ സാധ്യതയില്ല. 15 മിനിറ്റ് ഭാര്യ ഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിനും അടുപ്പിനും കിട്ടിയാൽ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ. 15 മിനിറ്റ് ഒരു സത്യം ഞാൻ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർ ഭാര്യ നേടാമെങ്കിൽ 15 മിനിറ്റ് ഉറങ്ങാൻ പോകുന്നുമ്പോ അടുപ്പിന് വർത്താനം പറയാൻ. ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ അച്ഛൻ 15 മിനിറ്റ് വലിയ മനുഷ്യൻ ഒരു 5 മിനിറ്റ് കിട്ടിയാൽ മതി, ഞാൻ സന്ധ്യയാകും 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. എന്നാ 3 അടി. 1 രാത്രിക്കടി, 2 കഞ്ഞി വെള്ളപ്പടി, 3 പാവിരിക്കടി. 3 അടിയുള്ളൂ, വേറെ ഇല്ല. വർത്തമാനം വേണം, സംസാരം വേണം. ഇല്ലെങ്കിൽ വീട് പ്രസിദ്ധി. വീട് പ്രസിദ്ധി. വീട് ഒരു നരകം. ചില കുടുംബങ്ങൾ നരകം. എങ്ങനെയുള്ള കുടുംബമാണ്? ക്ഷിപ്ര കോപമുള്ള ഭർത്താവ്, ക്ഷിപ്ര കോപമുള്ള ഭാര്യ, ആ വീട് നരകം. തെളിക്കുത്തരം വെളിപ്പത്തിൽ നിന്നത് എഴുതിയാണ് വീട് ഒരു നരകം. അപ്പൊ ഒരു നരകത്തിന്റെ അന്തരീക്ഷം കുടുംബത്തിൽ വരാം. എപ്പോഴും ഈ നെഗറ്റീവ് വർത്തമാനം മാത്രം. ഭാര്യ എന്താണെങ്കിലും കുറ്റം വരുന്ന വ്യക്തികൾ വീട് നരകമാകും. ഭർത്താവ് എന്ത് കഴിച്ചു കൊടുത്താലും നെഗറ്റീവ് കവലകളുടെ ഭാര്യ വീട് നരകമാകും. അതുകൊണ്ടാണ് ദമ്പതികൾ കുടുംബം നരകമായിരിക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, കോപം വരുമ്പോൾ മാറിപ്പോ. വർത്താനം കാര്യം കോപം വരുമ്പോൾ മാറിപ്പോ. മുറിപ്പോകണം, ഒറ്റയ്ക്ക് പോകണം. കാരണം വായിൽ പോയ വാക്കും കയ്യിൽ പോയ കല്ലും തിരിച്ചിരിക്കാൻ കഴിയും. അപ്പൊ കോപം വരുമ്പോൾ വർത്താനം കല്ല് മാറിപ്പോക്കണം. നിരാശ വരുമ്പോൾ തീരുമാനമില്ല. നിരാശ വരുമ്പോൾ തീരുമാനമില്ല. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കുക. ദാമ്പത്യത്തിന്റെ 3 പ്രമാണങ്ങളാണ്. 1, കോപം വരുമ്പോൾ സംസാരിക്കരുത്. 2, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. 3, ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കുക. നല്ല മൂട് ഭാര്യയെ സൂചിക്കാൻ എഴുതി അടുത്ത ബെഡിലെഴുതി 5 മേടിച്ചു തരാം. 1 ഗ്രാമിന് പോലും കഴിവില്ലാത്ത
ചുമ്മാ വാക്കാനും കൊടുത്തു. അത് കൊടുക്കാൻ എന്നാ പറ്റും? അന്ന് മേടിച്ച് കൊടുത്തില്ലെങ്കിൽ ഡിസ്കോവാനും വരുമ്പോൾ വീട്ടിൽ ഡിസ്കോടാൻ സാധിക്കും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വാക്കാനും ഒരിക്കലും കൊടുക്കരുത്. അവിടെ എന്ത് ചെയ്യണം? 3 വാക്ക് നിങ്ങൾ പറയാൻ പഠിക്കണം. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും 3 വാക്ക് പറയണം. 1 പ്ലീസ്. പ്ലീസ് എന്താ പ്ലീസ്? ചായ എടുക്കടി, കരി വെളുത്തടി, ചോറ് വാക്കടി, തുണി പിഴിയടി. പ്ലീസ് ഇല്ല. അത് പഴയ പഠിത്തമില്ലാത്ത അപ്പന്മാരുടെ ഭാഷയാണ്. ഇന്നും പഠിത്തം സംസ്കാരമുള്ള മനുഷ്യൻ ബലപ്പെട്ട രീതിയിലെ പ്രധാനം ചുമ്മാ കൽപ്പിക്കുന്നത് പോലെ ഭാര്യ കിട്ടിയവരോട് 2 ദിവസമായി പഞ്ചസാര കാര്യങ്ങൾ ഇന്നും കൂടെ മേടിച്ചിട്ട് സത്യമായും നാളെ കട്ടൻ കാപ്പി കയറ്റി ആ വാക്ക് പറയുന്നത് അന്തസ്സുള്ള ഭാഷയാണ്. പ്ലീസ്. 2 സോറി. സോറി പറയണം. അനിഷ്ടം വരുമ്പോൾ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആ വാക്ക് ഭാര്യ എഴുതരുത്. ഭർത്താവ് ഒരു കടലാണ്, അതിൽ വെറും തിരമാലയാണ് അരിശം വരുന്നത് പറയുന്ന വാക്ക്. ഭാര്യ കോപത്തോടെ പറയുന്ന വാക്ക് ആ രീതിയിൽ എടുക്കരുത്. ഭാര്യ ഒരു സാഗരമാണ്, അതിലെ തിരകളാണ് പുറത്തു വരുന്ന വാക്ക്. ആ രീതി ചുമ്മാ പോട്ടെ വെക്കാൻ പഠിക്കണം. അരിശം വരുന്ന ഭർത്താവ് ഭാര്യയോട് പറയുക, മുതുപിശാചേ നീ സത്തായി ഈ വേലയൊക്കെ കെട്ടാവായിരുന്നു. ഒരിക്കലും കെട്ടുന്നോട്ടെ, ഒന്ന് കെട്ടിന് അനുഭവിച്ചുകൊണ്ടിരിക്കുക, പിന്നെ കെട്ടാൻ പോകും. ചുമ്മാ പറയാൻ നടത്താൻ മതി, അക്ഷരാർത്ഥനല്ല. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ ജീവനിൽ നിന്ന് സ്നേഹിക്കും. അവൾ പറഞ്ഞു, സ്നേഹിക്കട്ടെ, ഞാൻ മരിച്ചാൽ എനിക്ക് പ്രാന്ത് പിടിക്കും. പ്രാന്തൊക്കെ പിടിക്കട്ടെ, ഞാൻ വേറെ കെട്ടു. അവൻ എട്ടി പ്രാന്ത് പിടിച്ചാൽ പിന്നെ എല്ലാവരും കാണിക്കുന്നു. അതാ പറയാൻ പറ്റുക. അപ്പം ഇങ്ങനത്തെ ചില വാക്ക് മുഖവരെ കിട്ടുക. ഭാര്യ ഭർത്താവിനോട് താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാലൊടിഞ്ഞ് കിടക്കത്തിലുണ്ട്. തീർച്ചയായും ഒടിയാൻ ആഗ്രഹിച്ചില്ല. ഒടിഞ്ഞ രവിണ്ടന്റെ വേടെ കുളിപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ പിന്നെ പറയണം നോർമലാണ്. സോറി, ഒരു സോറി പറയാം. സോറി. 3 താങ്ക് യു. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ഭാര്യ എന്ത് നല്ല കാര്യം വരും ഭർത്താവ് ഒരു താങ്ക് യു പറയണം. ഭർത്താവ് എന്തിയാലും ഭാര്യ ഒരു താങ്ക് യു പറയണം. നമുക്ക് ഇന്ത്യക്കാർക്ക് മലയാളിക്ക് ഒട്ടുമില്ലാതെ പോകാം ഈ താങ്ക് യു. പക്ഷെ നമ്മുടെയൊക്കെ മക്കള് വിദേശത്ത് എന്നിട്ട് എന്തൊരു താങ്ക് യു ആണ്. ഭർത്താവ് ഒരു ചുരിദാറ് മേടിച്ചാൽ ഭാര്യ താങ്ക് യു മാൻ നല്ല മാറ്റി കൊടുത്തു. ഭാര്യ ഒരു മുട്ട ഓമനോടെ എടുക്കാൻ മതി, താങ്ക് യു ഹണി, നല്ല ടേസ്റ്റ്. നിങ്ങളുടെ കേട്ടു രാത്രി 9 പിടി ചൂടുകഞ്ഞി കുടിക്കും. ഭാര്യ പയറുപോലും കല്ലിമാങ്ങാച്ചാറും പപ്പടം കാച്ചു എടുത്തു കൊടുക്കും. കെട്ടിയോ ജ്ഞാനത്തിന്റെ മുകളിൽ താങ്ക് യു ഹണി ഒരു പട്ടി പിടിച്ച മനുഷ്യൻ പെട്ടെന്ന് പറയുന്നില്ല, ജീവനോടെ കാണിക്കണം താങ്ക് യു. ഇത് കൂടുതൽ തിരിച്ചറിയാം. ഇല്ലെങ്കിൽ വീട് നരകമാവും. 1 മദ്യഷാപ്പ്, 2 സിനിമ തിയേറ്റർ, 3 ബ്യൂട്ടി പാർലർ, 4 സിമിത്തേരി, 5 നരകം. വീട് മണ്ണിൽ കിടന്ന 6ാമത്തെ വീടാണ് വീട് ഒരു അനാഥശാല. ചില വീടുകൾ അനാഥശാലകളാണ്. ഈ അനാഥശാലയിൽ ഭക്ഷണമുണ്ട്, പാത്രമുണ്ട്, മരുന്നുണ്ട്, ടിവിയുണ്ട്. ആരും ആരുടെയും സ്വന്തമല്ല. ആരും ആരുടെയും സ്വന്തമല്ല. ചില വീട് അനാഥശാലകളാണ്. ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലാത്തതിന് തുല്യം, ഭാര്യ ഉണ്ടെങ്കിലും ഇല്ലാത്തതിന് തുല്യം, പേരൻസ് ഉണ്ടെങ്കിലും ഇല്ലാത്തതിന് തുല്യം. ആ വീടാണ് വീട്ടിലെങ്കിലും വീട് ഒരു ഓർഫനേജ്, വീട് ഒരു അനാഥശാല. ചില കുടുംബങ്ങൾ അനാഥശാലകളാണ്. പ്രായമായ കാരണന്മാർ കിടക്കും, ആർക്കും നോക്കാൻ സമയമില്ല. അപ്പനൊരു വീട് ഒരു അനാഥശാല. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, നല്ല കാലത്തോടും ഈ ഭൂമിയിൽ നീ ജീവിക്കുന്നതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. അന്ത്യവിധി. ഞങ്ങൾ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും അന്ത്യവിധി സഭയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിന് വെളിച്ചത്തില്ല. പക്ഷെ വിവാഹത്തിന്റെ അന്ത്യവിധി മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിന് വെളിച്ചത്തില്ല. അന്ത്യവിധിയിൽ ക്രിസ്തുവിന്റെ 5 ചോദ്യങ്ങൾ. മത്തായി 25:31 മുതൽ 46 വരെ. അന്ത്യവിധിയിലെ 5 ചോദ്യങ്ങൾ. 1. എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ? പാനീയം തന്നോ? എനിക്ക് വിശന്നു ദാഹിച്ചു,
ഭക്ഷണം തന്നോ പാനീയം തന്നോ. നമ്മൾ പറയും സഭയുടെ ജീവകാരുണ്യ പ്രവൃത്തികൾക്ക് സംഭാവന കൊടുത്തു. കുഞ്ഞുങ്ങളുടെ മാമോദീസ, മരണവാർഷികം, പേരൻസിന് ഒക്കെ ഞാൻ സ്ഥാപനത്തിൽ ഭക്ഷണം കൊടുത്തു. ദൈവം പറയും വരും 2-ാം സ്ഥാനം. മോളെ വീടിനകത്ത് 80 വയസ്സുള്ള അപ്പൻ, 70 വയസ്സുള്ള അമ്മ, അപ്പ എന്ന് വിളി കേൾക്കാൻ, അമ്മ എന്ന് വിളി കേൾക്കാൻ വിശന്നു ബാധിച്ചു. സ്നേഹത്തിന്റെ ഭക്ഷണം തന്നു, സ്നേഹത്തിന്റെ പാനീയം തന്നു. ഒരു അമ്മ പറഞ്ഞ ഈ 3 ആമക്കളാണ്. ഈ 3 ആമക്കൾ 2 പേര് 2 ഓയിൽസായി ഇട്ടു. ഇളയവൻ ബാങ്കിലെ അച്ഛനാണ്. അവന്റെ കൈകൊണ്ട് JK തുണി കൊണ്ടോ റേഷൻ തുണി കൊണ്ടോ ഒരു സാരി ഇടില് മരിച്ചാൽ മതി എന്നാണ്. സാരി ഇടാനില്ല. ഒരു നിശ്ചിത പ്രായമാകുമ്പോൾ അപ്പനന്മാരുടെ ആഗ്രഹം അടുത്തിരിക്കണം, സ്നേഹത്തിന്റെ കരുതലും കല്ലും കൊടുക്കണം. ഞാൻ രോഗിയായിരുന്നു എന്നെ ആശ്വസിപ്പിച്ചത്. പള്ളിയിൽ പോരാനില്ല, പെരുകേസ് തന്നെ കിടപ്പാൻ, കട്ടിലേ കിടപ്പാൻ, പുറത്ത് വരാനേ പറ്റുന്നില്ല. അങ്ങനെയുള്ള അപ്പനന്മാർ കൊടുക്കേണ്ട ഒരു പ്രത്യേക ശ്രദ്ധ. അപ്പന്റെ കണ്ണ് കാണിയാണെന്ന് വഴിമാറി പോവില്ല. അപ്പനെ തൊടാവുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കൊടുക്കണം. അമ്മയുടെ ചെവി കഴിക്കലെങ്കിൽ മിണ്ടാതെ പോവുമല്ല, തൊണ്ട കൊട്ടുന്ന പോലെ അമ്മയോട് മക്കളെ കൊണ്ടെങ്കിലും വർത്താനം പഠിപ്പിക്കണം. ഒന്നുമല്ല, ചുമ്മാ മൂടി കേൾക്കണം. പ്രായമായ അപ്പനന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കൾ മൂടുന്നത് എത്തി വെക്കി. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോടാ? പിന്നെ ഞാൻ മൂടാത്ത ചില മക്കളും മൂടുന്ന കേട്ടാൽ പുകഴയെ വേണ്ടി പഠിക്കുന്നതല്ല ചില മക്കളുടെ മൂടൽ. ഒരു 3 വർഷം കൂടി ജലനി 80 ദിവസം അമ്മമാരെ പിക്കം കഫം ചുമാകരം അല്ലാതെ ക്ഷീണം അങ്ങനെയില്ല. അങ്ങനെ ചൊല്ലിയിരുന്നില്ല. അമ്മ പറഞ്ഞു കാഴ്ചയുടെ കൊണ്ട് ഗുളിക നിന്ന് മാസം 1000 രൂപ അക്കൗണ്ട് ഇടുന്നുണ്ടല്ലോ. പിന്നെ അമ്മയ്ക്ക് ഞെപ്പുണ്ടാകുന്നു. അമ്മ പറഞ്ഞു മോനെ അതൊക്കെ പോട്ടെ. അമ്മയുടെ 2 ഓയിൽസാരിയും ബ്ലൗസും. കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. എലിയല്ല മോനെ, പല പെരയില്ല. അടിക്കലിക്കണം, മൂടി കേൾക്കണം, വർത്താനം പറയാനും. ഞാൻ രോഗിയായിരുന്നു, എന്നെ ആശ്വസിപ്പിച്ചു. 4, ഞാൻ പരദേശിയായിരുന്നു. എനിക്ക് പാത്രം തന്നു കുടുംബത്തിൽ. അപ്പനമ്മ പരദേശിയായിരുന്നു. കല്യാണം കഴിഞ്ഞ നാളുകളിൽ മോൻ പെമ്പറോതി മാത്രം മതി. അമ്മയും വേണ്ട, അപ്പനും വേണ്ട. ഭാര്യ മാത്രം മതി, വേറെ ആരും വേണ്ട. ചില ആളുകൾ കല്യാണം കഴിഞ്ഞ 6 നാളുകളിൽ ഭാര്യ കൊണ്ട് പോകുന്ന കണ്ടാൽ തോന്നും ഏതോ ഓർമ്മയ്ക്ക് അലങ്കരിക്കാൻ കൊടിമരവും സ്വന്തം പോകുന്നത് അങ്ങനെ പറ്റില്ല. ഒറ്റ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഭാര്യയും കൂടെ വീട്ടിൽ ഗെയിക്ക് കണ്ടുവരിക. വന്നപ്പോൾ വീഡിയോക്കാരും കണ്ടു. നീ അവരൊരു കോരിയെടുത്ത് നമുക്ക് നല്ല മണമുള്ള ദിവസം കോരിയെടുത്തു. അല്പം ഓർമ്മയിലായിരുന്നു, നല്ല തൂക്കം. ഇവിടെ എടുത്ത പാടെ സിവിലിയാത്ത് പോകുന്നവരെ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാ. പിന്നെ അമ്മ പരിചയം ചെയ്ത് കണ്ടു. അമ്മ പറഞ്ഞു, ദൈവമേ, വിവാഹത്തിന് 5 കിലോ റേഷനറി കിട്ടിയാൽ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരുന്നതല്ല. 67 ഇപ്പൊ ചോദില്ലേ. അമ്മയും വേണ്ട, അപ്പനും വേണ്ട, ഈ സിവിലിയാത്ത് മാത്രം പൊട്ടിപ്പിടിച്ചു കൊണ്ടാണ്. ഇത് ആദ്യ നാളുകളിലും കുറെ കഴിയും തീർന്നു. കല്യാണത്തിന് ആദ്യ നാളുകളിൽ വലിയ ചക്കര കുട്ടിയെ വിളിക്കും. പക്ഷെ കുറെ കഴിയുമ്പോ കഴിഞ്ഞ 50 നോയമ്പില് ഒരു പള്ളിയെ ധ്യാനിപ്പിക്കുക. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 കുരിശിന്റെ പള്ളി. അത് കഴിഞ്ഞ് 8 വരെ അച്ഛന് 2 മണിക്കൂർ ഒരു ധ്യാന പുസ്തകം. ഒരു സ്നേഹിന്റെ വീട്ടിൽ ചായം കഴിഞ്ഞ് ഞാൻ പള്ളിയോട് നടന്നു പോകുമ്പോൾ 65 വയസ്സ് പ്രായമായ സ്ത്രീ ദീർഘമുഖമായിട്ട് മുമ്പിൽ നടന്നു. ഒപ്പം പ്രായമുള്ള കല്യാണം വീർപ്പിച്ച പോലെ പുറകെ പോകും. ഞാൻ അങ്കിളിനോട് ചോദിച്ചു, അങ്കിളെ, അമ്മമ്മയുടെ വെള്ളിയാഴ്ചയില് കുരിശിന്റെ വീട്ടിൽ പോകുന്നു. ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛ ഞാൻ കുരിശിന്റെ വീട്ടിൽ പരദേശിയായ അപ്പനും അമ്മയും. നമ്മൾ അടൂർ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ പലരെയും അകത്തുള്ള വീണ്ടും വിറ്റത് ഒരു മരമുണ്ട്, മാവ്. പലരുണ്ട് മാവ് പറയുന്ന ഒരു മരം. ആ മാവ് മുറ്റത്ത് നിൽക്കുമ്പം മാവിന്റെ വില ആർക്കും അറിയത്തില്ല. മാവ് കരയുന്ന ചൂട്, മാവ് ശുദ്ധീകരിക്കുന്ന വായു കൊണ്ട് മാവ് ഓരോ നിമിഷവും ഫോട്ടോസിന്തസിസിലൂടെ കാർബൺഡൈഓക്സൈഡിനെ ഓക്സിജനാക്കി മാറ്റുന്ന മരം മാവ്. ഈ മാവ് നിൽക്കുമ്പോൾ വില അറിയത്തില്ല. ചെവിടിക്കൽ
ഒരു കാറ്റും മാവ് കൂടി ഒഴിഞ്ഞു. മാവ് ഒഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മാവ് മറച്ചു വെച്ച ആകാശം എത്ര വലുത്, മാവ് സൃഷ്ടിച്ച വായു എത്ര വലുത്, മാവ് സൃഷ്ടിച്ച ഒരു അന്തരീക്ഷം എത്ര വലുത്. അപ്പനമ്മ എത്ര താഴെയായാലും അത് വീട്ടുമുറ്റത്തെ മാവ്. അവർ നിൽക്കുമ്പോൾ അവർ മറച്ചു വെച്ച ആകാശം ആർക്കും പിടിയിട്ടില്ല. രണ്ടുപേരും മരിക്കുമ്പോഴാണ് മനസ്സിലാവുക അവർ മറച്ചു വെച്ച ആകാശം. അവരുള്ളപ്പം എന്റെ വീട്. രണ്ടുപേരും മരിച്ചാൽ അനിയന്റെ വീട്, ജ്യേഷ്ഠന്റെ വീട്, പെങ്ങളുടെ വീട്, എന്റെ വീടെന്ന് പിന്നെ പറയാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരന്തരീക്ഷം. മാതാപിതാക്കൾ ഒരിക്കലും അവർ പരദേശികളാകരുത്, സ്വദേശികളാണ്. 4, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ. അതിന്റെ അർത്ഥമുള്ള ഒരിക്കലും പ്രായമുള്ള അമ്മയ്ക്ക് പ്രായമുള്ള അപ്പൻ തോന്നരുത് മോനും മോന്റെ ഭാര്യയും ഞങ്ങൾ ഭാരമാണ്. അങ്ങനെ തോന്നിയാൽ അവരുടെ അവസ്ഥയാണ് നാണക്കേട്, നഗ്നത. ചില അമ്മമാര് പറയും എന്റെ അച്ഛനും മോനും മോന്റെ ഭാര്യയും ഞങ്ങളെ നോക്കാൻ മനസ്സിൽ. ആത്മഹത്യ ചെയ്താൽ ആത്മാവ് പോകുന്നത് സംസാരിക്കുക. അങ്ങനെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അമ്മമാര് ഓർത്തോളം മോ കെട്ടിക്കൊള്ളുന്ന കാലങ്ങളിൽ ചുമ്മാ ഭദ്രകാളിയെ പോലെ മരുമകളോട് പെരുമാറിയാൽ പ്രായമാകുമ്പോൾ അവൾ കാലം പിടിച്ച് വരിക്കും. അത് വരാതിരിക്കാനും ശ്രദ്ധിക്കണം. അത് മരുമക്കളുടെ അമ്മയുടെ ഭാഗത്ത്. പക്ഷെ മരുമക്കൾ ഓർക്കണം, ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവർക്ക് തിരിക്കാൻ പറ്റിയല്ല, നമുക്ക് തിരിക്കാൻ പറ്റൂ. ജീവിതത്തില് ഒരിക്കലും ഒരു നാണക്കേട് തോന്നി. ഞാൻ ഏതാനും മാസങ്ങൾ മുമ്പ് അമ്പലപ്പള്ളി ഒരു വലിയൊരു കൺവെൻഷന് സകല മതങ്ങളിൽ സർവമത സമ്മേളനം. അപ്പൊ മുഖ്യ പ്രസംഗം ഞാൻ ഉദ്ഘാടകൻ ജസ്റ്റിസ് കമാൽ പാഷ, പാട്ടുപാടിയ ചേട്ടന്റെ ഗായിക ജലീമ. അവിടെ കമാൽ പാഷ എഴുതുന്നു, അച്ഛന് ഒരുപാട് പേരെ നിരന്തരം കൈ കിട്ടുന്നത്. ഒരു കാര്യം അച്ഛൻ കുടുംബക്കാരോട് പറയാം, ഒരിക്കലും അപ്പനും ജീവിച്ചിരിക്കെ എത്ര പ്രിയപ്പെട്ട മക്കളായാലും മക്കളെ വരും കിടക്കുന്ന വീട് എഴുതി വെക്കരുത്. ഒരിക്കലും എത്ര നല്ല മക്കളായാലും ഒരിക്കലും വെക്കരുത്. എപ്പോ വേണം മക്കളാണ് കിടക്കുന്ന വീടും ചുറ്റുമുള്ള ഭൂമിയും മരണം വരെ അപ്പന്റെ അമ്മയ്ക്ക് ഇരിക്കണം. എഴുതി വെക്കാം. കാലശേഷം കോടതിക്കണമെന്ന് ഞങ്ങൾ നോക്കുകയാണ്. ഇനി കെട്ടിയോ മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. മരുമകന് നമുക്ക് പോലും അവസരം കിട്ടിയാൽ തട്ടിപ്പിടിക്കാനുള്ള ഒരവസ്ഥയിൽ തോന്നിയാൽ ആ സമയത്ത് ചെയ്യേണ്ട കാര്യം പറയുന്നത്, ആരും കാണാതെ ഈ പ്രായമുള്ള അമ്മ ഒരു ട്രങ്ക് പിടിക്കണം. ട്രങ്ക് പെട്ടി വീട് തുറക്കണം. ആരില്ലാത്തത് അതിനകത്ത് കപ്പമുക്കി, ചക്കമടം, ഉണക്കച്ചാണം, നല്ല കരിങ്കല്ല്, മിറ്റില് എല്ലാം നടക്കണം. നിറച്ചിട്ട് താനിട്ട് മൂട്ടണം. 2 താക്കോൽ. ഒന്ന് കാലാകാലം മാറി നിന്ന് വികാരി എത്തിക്കണം. മറ്റേ താക്കോല് അമ്മ കൈ പിടിക്കണം. മകളെല്ലാം വിളിച്ചിട്ടുണ്ട്. മകളെ അമ്മയെ മരണം നോക്കുന്ന ഞാനുള്ള ഞാൻ മരിക്കാതെ ഉണ്ടാക്കാൻ ചില അമ്മമാരെ കൂടി ചാണകം ചോദിക്കണം. ഞാൻ നക്കലായിരുന്നു, എന്നെ വിളിപ്പിച്ചോ. 5, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ. എന്താണ് ഗ്രഹം? കാരാഗ്രഹം. മൊഴി ചില ഭയങ്കര വീടും വെച്ചും പണി, അനേകം മൊഴി നില. അതാണ് ആരും അടിയിലില്ല. ഒരു അപ്പനമ്മ മാത്രമേ ഉള്ളൂ ആ വീട്. അപ്പനമ്മയ്ക്ക് കാരാഗ്രഹം. ഓമല്ലൂര് നമ്മുടെ ഒരാളെ അമേരിക്കൻ സുഹൃത്തിന്റെ വീടും തിരിക്കാൻ വേണ്ടി ഞങ്ങൾ അച്ഛന്മാരി ചെയ്യുന്നു. വിശുദ്ധജലം തലച്ച് തളിച്ച് കയ്യുടെ വലങ്കരത്തിന് വരം പറയുന്നുണ്ട്. എത്ര മുറികൾ, പുറപ്പര, കുടിപ്പര, ചീറ്റിവര, തേങ്ങിപ്പൊളിച്ച വെച്ചിരിക്കാൻ കയറി ഓമല്ലൂർ ഇറങ്ങിയപ്പോൾ കൈപ്പെട്ടു. ഇങ്ങനെ മുറിച്ച് കെട്ടിടമുണ്ട്. പിടിക്കും വീട്. ഒരു ജയിൽ. മക്കളും കൊച്ചുമക്കളും അടുക്കലുണ്ടോ? ഗൃഹം. ആരും അടുത്തില്ലേ? കാരാഗ്രഹം. നിങ്ങൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും പെരുമാറുന്നത് നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കും. ഒരു വീട്ടിൽ 75 വയസ്സ് വലിയപ്പൻ ചാരിയച്ഛനെ കാര്യം തിരിയുന്ന പത്രം വായിക്കും. 7 വയസ്സുള്ള വേലപ്പെട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണനെ വിളിട്ട് കണ്ണം വായിക്കാവോ. വെല്ലുവിളി തിരിച്ച് കളിക്കാനാണ്. കണ്ണടച്ചാൽ പറയാൻ വെല്ലുവിളി പറഞ്ഞു, പത്രവായന കഴിഞ്ഞാൽ കാണാൻ കഴിയാം. ആരെങ്കിലും പത്രം വായിച്ചു, നീ വാട. കണ്ണടച്ച് അവൻ മടിയിൽ കഴിയുന്നു. വെല്ലുവിന്റെ കണ്ണനെ പിടിച്ചു. ശരിക്കും അടച്ചല്ലേ? അടച്ച്. ഓ, ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായ അതെന്നാ എന്ന് കിടക്കാൻ നേരത്ത് മമ്മി ബാക്കിൽ പറഞ്ഞേക്കാം, വെല്ലുവിന്റെ കണ്ണടഞ്ഞാല്
വീട്ടിൽ സമാധാനം ഉണ്ടാവും, വീട്ടിൽ സമാധാനം ഉണ്ടാവും. നമ്മളെങ്ങനെ പെരുമാറുന്നോ അത് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇത് ഏറ്റവും മണലിൽ അടിസ്ഥാനമിട്ട വീട്. മണലിൽ അടിസ്ഥാനമിട്ടത് വീട് ഒരു മക്കി ഷാപ്പ്, വീട് കശാപ്പ് കട, സിനിമാ തിയേറ്റർ, ബ്യൂട്ടി പാർലർ, സിമിറ്റി, നരകം അനാഥശാല. 8 വീട് ഒരു ചന്ത. അതാണ് മണലിൽപ്പെട്ട 8ാമത്തെ കുടുംബം. വീട് ഒരു ചന്ത. ചന്തയിലെ വർത്തമാനമാണ് പൊളിച്ചത്. കണ്ടാൽ നല്ല മിടുക്കം മനുഷ്യനാണ്. ഭാര്യയോട് പൊളിച്ച വിധി പറയാൻ ഒരു മടിയില്ല. നല്ല മിടുക്കി സ്ത്രീയെ ചീത്ത വാക്ക് പറയും. ലോകത്തിൽ എല്ലാ ഭാഷയിലും തെറിയുണ്ട്. ലോക ഭാഷകളിൽ തെറിക്ക് നീളമില്ല. കഴിവ് പഠിച്ചപോലെ കുഞ്ഞു തെറി. ഏറ്റവും നീണ്ട തെറി ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലാണ്. മലയാളത്തിൽ ഏതക്ഷരങ്ങളിലും ഒരു തെറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗിന്നസ് ബുക്കിലെ ഏറ്റവും കൂടുതൽ തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥന്റെ മലയാള തെറിയാണ്. ഗിന്നസ് ബുക്കിലെ ഏറ്റവും കൂടുതൽ തെറി. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3 സെക്കൻഡ്. ഈ ലുത്തിനിയ പോലെ ഉള്ളപടിയുണ്ട് കൊളുത്തിക്കൊടുത്തെടുത്ത് അതിന്റെ ഉള്ളടക്കം ആരും തെറി കേട്ടവരുടെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തന്നോട് കണ്ടുപോയ ഒരു അന്താരാഷ്ട്ര ചെറിയ ചീത്ത വിളിക്കുന്ന കുടുംബം. അപ്പൻ ചീത്ത വിളിച്ചോ ആൺകുട്ടി കണ്ടുപിടിക്കും. അമ്മ ചീത്ത വിളിച്ചോ പെൺകുട്ടി കേട്ടുപിടിക്കും. അപ്പന്റെ വാക്ക് മക്കൾ പഠിക്കും. ഒരപ്പൻ വാവിച്ച വരുന്നത് കോപ്പ് കിഴങ്ങ്, മാട കോട, ഓക്കൻ ഉണ്ണാക്കൻ, കോന്തൻ കൊശകൻ, മറ്റവൻ മത്സ്യം. ഈ വാക്കാണ്. അപ്പന് 5 വയസ്സുള്ള മോൻ ഗുണപടി പോലെ വന്ന് പഠിച്ചു. കൊപ്പയെ കഴിഞ്ഞു, കുന്നം മത്സ്യം, ഓക്കൻ ഉണ്ടാക്കൻ, കോന്തൻ കൊശകൻ, മറ്റവൻ മത്സ്യം. അവനറിയാത്ത ഭാഷ അപ്പനിന് കേട്ട് പഠിച്ചിട്ടാണ്. പള്ളി പെരുന്നാളും അപ്പൻ 200 രൂപ കൊണ്ട് ഒരു മുഴുത്ത പ്ലാസ്റ്റിക് തീവണ്ടി ഈ മോൻ മേടിച്ചു. അവനെ തീവണ്ടി ഓടിയ ശബ്ദം കഴിച്ചു, ചൂടം പിടിച്ചു. പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ട്രെയിൻ കോട്ടയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലുള്ള ചെങ്ങന്നൂർ മാലിന്യത്തിന് വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. 1ാം കമ്പാർട്ട്മെന്റിൽ 2 കിഴങ്ങന്മാർ 2-3 ഓപ്പർമാരും കഴിഞ്ഞിട്ട് വണ്ടി പോകുന്ന ശബ്ദം. കുറച്ച് വണ്ടി നിർത്തിയ ശബ്ദം. നമ്മുടെ ചങ്ങനാശ്ശേരി 3 പൊട്ടന്മാരെയും 4 മറ്റന്മാരിലേക്ക് കയറി വണ്ടി പോകും. ആഴ്ചകളിൽ തീവണ്ടി ഒറ്റയാണ്. 5 കഷമായി തീവണ്ടി പൊട്ടി കഴിഞ്ഞു. ഇവന് കുത്തിയിരുന്ന കാര്യം അരമണിക്കൂർ കരഞ്ഞു കഴിഞ്ഞ സ്വരം അടച്ചു. ഇവരുടെ അപ്പനെ മനസ്സിരിച്ചു. അപ്പൻ ചോദിച്ചു, എന്താണ് കുത്തിയിരുന്ന കരയിൽ? എന്റെ തീവണ്ടി അപ്പൻ തന്നെ പൊട്ടിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, പരിഹാരം കൊണ്ട് പുതിയൊന്നും മേടിച്ചു തരാമോ? മേടിക്കാൻ കാശില്ല, പെരുക്കി കൊടുത്ത് തരാം. അരമണിക്കൂർ അപ്പൻ കുനിഞ്ഞിരുന്ന് പെരുക്കിയെടുത്ത് കുളിച്ചിക്കൊടുത്ത് കഴിഞ്ഞുപോലാക്കി. എഴുതി പൊട്ടിച്ചു കൊടുത്താൽ 1 മണിക്കൂർ പുസ്തകം പോയി. അപ്പൻ തീവണ്ടി കൊണ്ടു പറഞ്ഞു, മേലിൽ മോശമായ വാക്കുകളും മോൻ പറഞ്ഞു. അപ്പനാണ് സത്യം പറയുകയല്ല. അവൻ തീവണ്ടി നേരെ നോക്കി. അപ്പൊ നോക്കി ചോളം പിടിച്ചു. വണ്ടി കൊണ്ട് ശബ്ദം കഴിച്ചു. അവൻ, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല ചെങ്ങന്നൂർ മാലിന്യ വഴി കൊല്ലത്തേക്ക് പോകുന്നു. ഒരു പ്രത്യേക അറിയിപ്പോട്ട് ഒരു മറ്റൊരു കാരണം ട്രെയിൻ 1 മണിക്കൂർ താമസിക്കുന്ന കാര്യം കേരളത്തിലാണ്. എങ്ങനെയാണ് അപ്പനമ്മ ആട്ടിൽ മക്കളെ വീട് ഒരു ചന്തയാണ്. വീട് ഒരു ചന്തയാണ്. ഇത് 8 മണ്ണിൽ വീട്. 9-10 മോഡലായിട്ട് നമ്മുടെ വീട് മാറി. 9-10 മോഡൽ. അതാണ് പാർലമെന്റ് വീട്. 9 വീട് ഒരു വിദ്യാലയം. വീട് ഒരു വിദ്യാലയം. വിദ്യാലയം എന്ന് പറഞ്ഞാൽ അപ്പനെ അമ്മയും കണ്ട് മക്കളും പഠിക്കണം. നിങ്ങൾ വലിയതിനോടും വലിയതിനോട് പെരുമാറുന്ന കണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ പ്രായമായ അപ്പനുണ്ടോ കഷ്ടപ്പെട്ട് മക്കളെ കൂട്ടി വരും. കാരണം മക്കൾക്ക് തോന്നണം, ഈ കഴിവുകൾ ഒരു പാർ ജന്മമല്ല, വിലപ്പെട്ടതാ. ലക്ഷങ്ങൾ മുടക്കി എന്റെ അപ്പനമ്മയെ കാണാൻ വേണ്ടി അതിന്റെ അർത്ഥം വിലപ്പെട്ടതാ. വീട് വിദ്യാലയം. അതുകൊണ്ടാണ് മരിച്ചുപോയ അപ്പനമ്മയുടെ ഫോട്ടോ നിർബന്ധമായി രൂപത്തിനൊപ്പം പെരക്കേറ്റ് വെച്ചിരിക്കണം. കാരണം ആകാശം പൊട്ടി വീണതല്ല, ഭൂമിയിൽ നിന്ന് മുളച്ചതല്ല. ഒരപ്പന്റെ ബാക്കിയാണ് ഞാൻ, ഒരമ്മയുടെ ബാക്കിയാണ് ഞാൻ. അതുകൊണ്ട് തിരുവിടിയും മാതാവും തിരുവിടുമ്പോ പോലെ ഒപ്പരിക്കും. ജനിപ്പിച്ച അപ്പൻ, പ്രസവിച്ച അമ്മ. ഇതൊരു പാരമ്പര്യമാണ്, ഒരു വിദ്യാഭ്യാസമാണ്. കുഞ്ഞുങ്ങൾ പഠിക്കണം. ഇതൊക്കെ പാരമ്പര്യത്തിന്റെ ഭാഗം. വിലപ്പെട്ടതാ. അത് കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കണം.
അല്പം പറയിരിക്കാൻ ആൾക്കാർ പറയും അപ്പനെ നോക്കി പഠിക്കേ, അമ്മയെ നോക്കി പഠിക്കേ, എന്നാന്നല്ല ശിക്ഷയാ മക്കളെ വളർത്തുക. അപ്പോൾ കുഞ്ഞുങ്ങളും ആ പിള്ളേരെ നോക്കി പഠിക്കേ എന്നും നല്ല പിള്ളേര. വീട് ഒരു വിദ്യാലയം. തമിഴന്റെ വിശുദ്ധരംഗമാ തിരുപ്പുറം. തിരുപ്പുറം എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ലോഗൻസ്, ചെറിയ ശ്ലോകങ്ങൾ. തിരുപ്പുറം എഴുതുന്നത് തിരുവള്ളാവും. തിരുവള്ളാവും തിരുപ്പുറളിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യമുള്ള അപ്പനായ അമ്മയായ? മറുപടി, വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന അപ്പനമ്മയാണ്. മറുപടി, അല്ലേ അല്ല. നല്ല പേരുള്ള മക്കളുള്ള അപ്പനമ്മയാണ്. മറുപടി, അതുമല്ല. ചോദിക്കുന്നു, ഏറ്റവും ഭാഗ്യമുള്ള അപ്പനായ അമ്മയായ? മറുപടി ഇതാണ്, അപ്പനമ്മമാരോട് നാട്ടുകാർ ചോദിക്കണം, ഇത്രയും നല്ല മക്കളെ കിട്ടാൻ ഏത് പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഇത്രയും നല്ല മക്കളെ കിട്ടാൻ ഏത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്? അപ്പനെ അമ്മയും കണ്ടുപഠിക്കുമ്പോൾ ആ വീട് ഒരു വിദ്യാലയം. നിങ്ങൾ കൊണ്ടുവരുന്നതിന്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്കവൻ തെറ്റിച്ച് ഉച്ചരിക്കും. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിറ്റി സാറ് കിണ്ടി നുള്ളി അടിച്ചു. അതിനെക്കൊണ്ട് പറഞ്ഞു യൂണിറ്റി. സാർ അപ്പോഴോട് പറഞ്ഞേ, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ റിട്ടയർ ആകുന്നുണ്ടോ നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പറയിച്ചിട്ട് ഈ ബിരിയാണി കിട്ടിയല്ല. അപ്പം പറഞ്ഞു, സാറെ നിർബന്ധിക്കണ്ട, അവന്റെ കപ്പാക്കിറ്റി അത്രയും. അങ്ങനെ പറഞ്ഞു. എങ്ങനെയാണ് അപ്പനമ്മ അങ്ങനെയായിരിക്കും മക്കളെന്നാ പറയുക. നിങ്ങളെ കണ്ടു പഠിക്കണം. വീട് ഒരു വിദ്യാലയം. 10 പാർലമെന്റ് രണ്ടാമത്തെ വീട് ഒരു ദേവാലയം. കുടുംബ പരിഷത്തും വീട് ഒരു ദേവാലയം. എന്താ ദേവാലയം? ഞായറാഴ്ച കുർബാനയ്ക്ക് വീഴ്ച വരുത്താത്ത കുടുംബം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീഴ്ച വരുത്താത്ത കുടുംബം, സഭയുടെ പ്രാർത്ഥനകൾ കുടുംബത്തിൽ ഉരുവിടുന്നതിൽ നമസ്കാരങ്ങൾ പഠിക്കാത്ത കുടുംബം, കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന കുടുംബം, പ്രാർത്ഥന, ബൈബിള്, ഓരോന്നും കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നു. ആ വീടാണ്. ആ വീടിനെ വിളിക്കും വീട് ഒരു ദേവാലയം. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മ അനുകരിത്തി ബൈബിൾ വാക്യങ്ങൾ ചുമ്മാ പഠിപ്പിച്ചതാണ്. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഒരു ദേവാലയം വിശ്വസിക്കും. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ അത്താഴടിക്കുന്ന കാര്യങ്ങൾ പള്ളിയോട് ചേർത്ത് കുഞ്ഞുങ്ങളെ വളർത്തണം. 10 വയസ്സാകുന്ന കുട്ടികളെ അത്താഴപാലന്മാരിൽ ആകുന്ന രീതി. കുടുംബം ഒരു ദേവാലയം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീഴ്ചയില്ല. ശരിക്കും പ്രാർത്ഥിക്കുന്ന കുടുംബം. ഒരു പ്രാർത്ഥനാ നിരീക്ഷണം കുടുംബത്തിൽ വേണം. മക്കൾ കണ്ടുപിടിക്കണം. വീട് ഒരു ദേവാലയം, കുടുംബം ഒരു ദേവാലയം. അങ്ങനെ ദേവാലയമായി നമ്മുടെ കുടുംബം ആരുടെ ദൈവം അനുഗ്രഹിക്കും. നമ്മള് 1 മണിക്കൂറായത് ഒരു ഇരിപ്പാണ്. നമ്മളെ കസേരയിലൊക്കെ ഒരുപാട് സമയം ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ക്ഷീണം വരും. ചിലപ്പോൾ നമുക്ക് ചെറിയ നെഗറ്റീവ് തരങ്ങൾ എടുത്തു വരും ഇരിക്കുന്ന ഇരിപ്പിൽ. അങ്ങനെ വരുമ്പോൾ ചില സഹോദരിമാർ അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ തലയാണ്. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു പാട്ട് നമുക്ക് എഴുന്നേറ്റ് പാടിയിട്ട് രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എടുക്കാം. 8:45 വരെയാണ്. അടുത്ത 1 മണിക്കൂറുകളുണ്ട്. ഞാൻ എന്റെ കഴിവും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം.
കുടുംബം സന്തോഷത്തിന്റെ ഒരു കുടുംബമായി പടുത്തുയർത്താൻ നമ്മൾ വിളിച്ചു. ഈ ലോകം നിൽക്കുന്നത് കുടുംബം നിൽക്കുന്ന പോലെ. നല്ല ലോകം ഉണ്ടാകണോ നല്ല വീട് വേണം. നല്ല വീടുണ്ടോ നല്ല ഇടവക, ഒരു നല്ല സമൂഹമായിട്ട് മാറും. അപ്പോൾ ദൈവം നൽകിയിരുന്ന കുടുംബം എപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് ഈ രാത്രി നമ്മൾ ചിന്തിക്കുക. കുടുംബത്തെ നമുക്ക് 7 വിധങ്ങളിൽ ജീവിച്ചെടുക്കാൻ പറ്റും. കുടുംബത്തിന്റെ 7 മുഖങ്ങൾ, 7 രീതികൾ. 1, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുടുംബം. സ്വാതന്ത്ര്യം ഉള്ള കുടുംബം നമുക്ക് വേണം. അതാണ് ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയില്ല. അതിന്റെ തുണിയില്ലെന്നല്ല, ഭർത്താവിനെ ഒഴിക്കുന്ന വാട്സപ്പ് മെസ്സേജ് ഭാര്യയ്ക്കില്ല, ഭാര്യയെ ഒഴിക്കുന്ന വാട്സപ്പ് മെസ്സേജ് ഭർത്താവിനില്ല, മനസ്സിലറിയാത്ത കാശിപാടില്ല, അക്കൗണ്ടില്ല, ഭാഗ്യവാചനസില്ല എന്ന് പ്രായത്തിലായ മക്കൾ കുടുംബത്തിലെ സാമൂഹ്യ സ്ഥിതി കൃത്യമായത് ആരും ആരെയും ഒഴിക്കാത്ത അവസ്ഥ. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. ഭാര്യയെ മറിഞ്ഞ ഭർത്താവില്ല, ഭർത്താവിന് ഒഴിയാൻ ഭാര്യയില്ല. ഭർത്താവ് സ്നേഹപൂർവ്വമായപ്പോൾ പണ്ട് പഠിച്ച കൂട്ടുകാരനെ തേടി പോകുന്ന ഒരു സ്ത്രീയില്ല. ഭാര്യയുടെ സ്നേഹം വന്നപ്പോൾ കോടതി പഠിച്ച പെണ്ണിനെ തേടി പോകുന്ന ഒരു പുരുഷനില്ല. ഒരിക്കലും മറിയില്ല. നേരെ നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയത്. എന്തുപേരും പറയാനുള്ള സ്വാതന്ത്ര്യം എന്തും പേരും. നമുക്കറിയാം, നഗ്നരാണെങ്കിലും ലജ്ജ തോന്നാത്ത ഒരു കൂട്ടം ആൾക്കാർ നമുക്കിടയിൽ കൊച്ചു പിള്ളേർ. വീട്ടിൽ വെഞ്ചരിക്കാൻ വേണ്ടി ഓരോ മുറിയും വിശുദ്ധജലം കളിച്ചു പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ പൊലരിക്കാനും മാത്രമില്ല, 100 ബന്ധമില്ലാതെ അച്ഛന്റെ പുറകെ പരേഡ് തള പറഞ്ഞു. ചേർക്ക ഒരച്ഛൻ വന്നതിന് നാളില്ലേ, അകത്തുപോയി ഇത് എടുത്തുകൊണ്ട് പാടാം. അപ്പൊ ഈ ആഘോഷമായിട്ട് കാലങ്ങളിൽ ചെരുപ്പ് ഒളിക്കാനും മാറിയില്ല. ചില കൺമുടിയന്മാർക്ക് വരുന്ന എന്തൊരു സ്വാതന്ത്ര്യമില്ല. 2 വർഷം മുമ്പ് ക്രിസ്മസ് നാൾ വെളുവിത്താനം ആശുപത്രി രാവിലെ 9 മണിക്ക് വിമാനം വരാൻ വേണ്ടി ഞാൻ മോട്ടോർ ബൈക്കിൽ പോകുമ്പോൾ പാല KSRTC ബസ് സ്റ്റാൻഡിൽ 2 കുടിയന്മാര് പൂക്കുറ്റി പൂസാക്കി. ഒരു കുടിയൻ ജനിച്ച പാട് കരിമൺ പ്രതിമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ 100 ബന്ധമില്ലാതെ വാങ്ങി നിൽക്കുന്നു. മറ്റേ കുടിയൻ ഒരു കീറപ്പണി ഉടുത്തെല്ലാം വരുത്തിൽ അരയിൽ പൊതി വെച്ചിരിക്കുന്നു. ജനങ്ങളെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയോട് പറയാം, നാണക്കെട്ടവൻ. അപ്പൊ ഒന്ന് പുരോഹിതന ഓർമ്മ. നമ്മുടെ തിരിച്ചവയുടെ മകൾ മറക്കുന്നത്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പോൾ നാണവും ബഹുമാനങ്ങളും. പൂസായ നിനക്കതിലേൽ എനിക്ക് ഒഴലാമെന്നുണ്ട് ഇവനേത് മൊത്തം പഠിച്ച് അവനെ കുടിപ്പിക്കുന്ന കുടിയൻ. ഒളിക്കാനും മറയ്ക്കാനുമില്ല. ഇപ്പൊ കുടുംബത്തിൽ ഒളിക്കാനും മറയ്ക്കാനുമില്ല. അയൽപക്കത്തെ ഒരു മനുഷ്യനും വീട്ടിലെ അമ്മ വർത്താനം പറയുമ്പോൾ കെട്ടിയവൻ പേടിച്ച് വർത്തമാനം നിർത്തിയാൽ അതിന്റെ അർത്ഥം ഭർത്താവിന് മുന്നിൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഒരു സ്ത്രീയോടെന്തോ ഫോണിൽ പറയുമ്പോൾ ഭാര്യ നിന്നും പേടിച്ച് ഫോൺ വെച്ചാൽ ഇവിടെ സ്വാതന്ത്ര്യമില്ല. ഒഴിക്കാനും മറയ്ക്കാനും വരും. ഒരു മൂത്ത ആണയോട് ഇളയ പെങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള. ഒരു ഇളയ പെങ്ങൾക്ക് മൂത്ത ആണയോടുള്ള സ്വാതന്ത്ര്യം ഭർത്താവിന് ഭാര്യയോടുള്ള. ഇതാണ് സ്വാതന്ത്ര്യം. കുടുംബത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യം വേണം. ഞാൻ ഒരു പള്ളിയിലെ ധ്യാനത്തിന്റെ 4-ാം ദിവസം രാത്രി, ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച ബുധനാഴ്ച രാത്രിയിൽ സ്ഥലം SI വന്നു, കുറച്ച് പോലീസുകാർ. അന്ന് ആ ഞായറാഴ്ച ലിബിയുടെ ഒരു ഗാനമേള. അപ്പൊ ഗാനമേള എടുക്കുമ്പോ ആൾക്കാർക്ക് വെള്ളം വെച്ചാൽ നിയന്ത്രിക്കാനും ഇടവേള ആൾക്കാരെ പരിശീലിപ്പിക്കാനും
SI പോലീസ്. അത് ഒരു 10:30 കഴിഞ്ഞു. ഞങ്ങൾ അത്താഴം കഴിച്ചു. SI അത്താഴം കഴിച്ചു. അത്താഴം കഴിഞ്ഞപാട് എന്നെ കെട്ടിപ്പിടിച്ച് 5-6 സെറ്റ് ചെയ്തു. ഞാൻ വെറുതെ നാട്ടുകാരുടെ പോലീസുകാർ ഇങ്ങനെ സാധാരണ എടുക്കാറില്ല. അതേപോലെ ഏറ്റവും സെറ്റ് വാങ്ങാനൊന്നുമല്ല. ഞാൻ SI ആണെങ്കിലും രാത്രി താമസിക്കുന്നു വെറുതെ വരപ്പെട്ടാകും. കാരണം എവിടെ പോയി നേരം എന്റെ അച്ഛനോട് നീ ഫോട്ടോ കാണുമോ അവർ അടക്കം നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് എനിക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം 5-ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ചേർക്കാൻ വേണ്ടി സാരി ചോദിച്ചു, ഇതിന്റെ പേരെന്നെ? അവന് തോമസ് കുരുവിള. വീട്ടുപേരെന്ന കുരുവിള. വീടെവിട? പയ്യ. വീട്ടിൽ ജില്ല എവിട? കോട്ടയം. നിന്റെ അപ്പൻ ഇപ്പോൾ എന്ത് ചെയ്യും? അവന്റെ മറുപടി, എന്റെ അമ്മ പറയുന്നതെല്ലാം ചെയ്യും. ഒരു സ്വാതന്ത്ര്യം വേണം കുടുംബത്തില്. ഭാര്യയുടെ ഭർത്താവിന് സ്വാതന്ത്ര്യം, ഭർത്താവിന്റെ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുടുംബം. സംതൃപ്തിയുടെ കുടുംബം. കുടുംബത്തിൽ സംതൃപ്തിയിലാണ്. എന്താ സംതൃപ്തി? ചെറിയ പിഴക്കം തോന്നിയോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അത് ഭാര്യയോട് പറഞ്ഞു തരണം, അത് ഭർത്താവിനോട് പറഞ്ഞു തരണം. ഓരോ ദിവസവും പറയാതെ മനസ്സിൽ വെച്ചോ ഒരുറക്കം കഴിയുമ്പോൾ അവബോധം മനസ്സിലേക്കും ആരെയും ഗർഭേറി പോകും. അങ്ങനെ കുറെ നാൾ കഴിയുമ്പം ചുമ്മാ അരിച്ചു കൊച്ചു കാര്യത്തിന് വെറുതെ ചൂടാവും. ചോദിക്കും, എന്തിനാണ് ഇത് കുഞ്ഞു കാര്യത്തിന് ചൂടാകും? താരത്തിലേക്ക് കൊച്ചു കാര്യത്തിന് ചൂടാകുന്നു. ഒരു കൊച്ചു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ ജില്ലാ സമ്മേളനം നടത്തി വരുന്നുണ്ട്. ഒരെണ്ണം വരുമ്പം മൊത്തം കുടഞ്ഞിരുന്നതാ. അപ്പം സമൃദ്ധി വേണം, പറഞ്ഞു തീർക്കണം. ഇന്നത്തെ നിന്റെ ആ നോട്ടം ഇഷ്ടപ്പെട്ടില്ല, ചെറിയ കമന്റ് ഇഷ്ടപ്പെട്ടില്ല, എന്നെ ഒറ്റപ്പെടുത്തിയ പോലെ വല്ല വർത്തമാനം ഇഷ്ടപ്പെട്ടില്ല, പറഞ്ഞു തീർക്കും. ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞു തീർക്കുമോ സമൃദ്ധി. ഭാരതീയ മനസ്സ്. 1 സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന കുടുംബം, 2 സമൃദ്ധിയുടെ കുടുംബം, 3 സാമീപ്യത്തിന്റെ കുടുംബം. സാമീപ്യം. 3 സാമീപ്യങ്ങൾ കുടുംബത്തിൽ കൊടുക്കാം. 1 ശാരീരിക സാമീപ്യം, 2 മാനസിക സാമീപ്യം, 3 ആത്മീയ സാമീപ്യം. ദമ്പതികൾ കൊടുക്കേണ്ട 3 സാമീപ്യങ്ങൾ. എന്താ ശാരീരിക സാമീപ്യം? ആഴ്ചയിൽ 2 മുറി ഉറങ്ങാൻ പോകരുത്. എത്ര ഇഷ്ടപ്പെട്ടാലും ഒരു മുറി കയറും. മക്കളുടെ കാണുന്നത് പ്രത്യേകിച്ച് മുറി കയറി കയറി വാളനച്ച് വേണമെങ്കിൽ അലമാരിയോ ബെഞ്ചോ ഒക്കെ പിടിച്ചിരിച്ചു കൊടുക്കുക. എങ്കിലും ഒരു മുറിയിലേ താമസിക്കാവും. ശാരീരിക സാമീപ്യം. കുറെ നാളും ശരീരമാകുന്നോ സാവധാനം മനസ്സറിയും. പിന്നെ ഭാര്യയില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭർത്താവും, ഭർത്താവില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാര്യയെ പഠിക്കും. ഈ സാമൂഹ്യ ശരീരം അടുത്തിരിക്കണം. എത്ര പ്രായമായാലും എത്ര ക്ഷീണമായാലും അടുത്തടുത്തിരിക്കണം. ചിലപ്പോൾ നമുക്കറിയാം, ചില ആളുകൾ ശരീരം പരിഗണിക്കില്ല, എപ്പോഴും നാട്ടിൽ കൂടി ഇങ്ങനെ പ്രോബ്ലം ഇറങ്ങിക്കൊണ്ടിരിക്കും. 2 ജീവികളാണ്, പട്ടിയും പൂച്ചയും. പൂച്ചയുടെ മനഃശാസ്ത്രം സ്ഥലത്തോട് അറ്റാച്ച് ചെയ്യും. പട്ടിയുടെ മനഃശാസ്ത്രം മനുഷ്യരോട് അറ്റാച്ച് ചെയ്യും. കാരണം പട്ടിയും പൂച്ചയുടെ വ്യത്യാസം. പൂച്ചയ്ക്ക് ഒരു സ്ഥലമാണ്, ഒന്നിനും ഭാഗം കസേര കടിക്കുക. നമുക്കൊരു മാങ്ങ കഴിക്കാൻ പഠിക്കുന്നത് ആ സ്ഥലത്തോട് അറ്റാച്ച് ചെയ്യും. സ്ഥലത്തോട്. പട്ടിക്ക് നമ്മളോ ചവിട്ടാനും വിളിച്ചാലും ഒരുമിക്കൊണ്ടിരിക്കും. ചില ആണുങ്ങൾ ഈ പൂച്ചയൊക്കെ കറങ്ങിയിട്ട് ഒരു കണ്ണിനെ കിടക്കാൻ വേണ്ടി രാത്രി വരും. അത്രേ ഉള്ളൂ. അത് ശരിയല്ല. ഭാര്യയുടെ അടുത്തിരിക്കുക, കുഞ്ഞിന്റെ അടുത്തിരിക്കുക, ഭർത്താവിന്റെ അടുത്തിരിക്കുക, മകന്റെ അടുത്തിരിക്കുക. ശാരീരിക സാമീപ്യം. 2 മാനസിക സാമീപ്യം. എവിടെ പോയാലും ഭർത്താവ് തിരിച്ചു വരുന്നവരെ മനസ്സിൽ ഒരു ഓർമ്മ. ഭാര്യ എവിടെ പോയാലും തിരിച്ചു വരുന്നവരെ ഭർത്താവ് മനസ്സിൽ ഭാര്യയെ കുറിച്ച് ഓർമ്മ വേണം. ഇതാണ് മാനസിക സാമീപ്യം. മനസ്സിൽ ഓർക്കുക, മനസ്സിൽ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ ഭർത്താവ് പോകുന്ന വഴിക്ക് ഒരു തലവേദന വന്നോ വീട്ടിലെ ഭാര്യയ്ക്ക് അതേസമയം ഒരു തലവേദന തോന്നും. ഭർത്താവിന് നെഞ്ചുവേദന തോന്നിയോ ആ സമയം ഭാര്യയ്ക്ക് ഒരു നെഞ്ചുവേദന പോലെ. വീട്ടിൽ നിന്ന് പുറത്തു പോയ ഭർത്താവിന് തോന്നും ഒന്നുകൂടെ വീട്ടിൽ പോയി ചെല്ലുമ്പോഴാ ഭാര്യ തലവേദന കുളയിലും. ഈ തോന്നൽ മാനസിക സാമീപ്യത്തിൽ വരുന്ന മനസ്സറിയുമ്പോൾ കൊച്ചു നൊമ്പരം പോലും തിരിച്ചറിയാം. 3 ആത്മീയ സാമീപ്യം.
ഒരുമിച്ച് സന്ധ്യാപ്രാർത്ഥന എത്തിയ, ഒരുമിച്ച് പള്ളികളിൽ ജ്ഞാനത്തിൽ പകരം, ഒരുമിച്ച് വിശുദ്ധാനിൽ പകരം, ഒരുമിച്ച് വേദപുസ്തകം വായിക്കണം. 3 സാമീപ്യം. ഈ 3 സാമീപ്യം കൊടുക്കുമ്പോൾ ദമ്പതിമാരുടെ ദേഹത്തുനിന്നും ഒരു തരംഗം ഉയരും. അതിന്റെ പേരാണ് തെലപ്പതി. തെലപ്പതി അത് ദേഹത്ത് എഴുതുക. ഭർത്താവിന് ഒരു ചെറിയ പ്രയാസം വന്നു, ആ സമയം ഭാര്യ പിരിയും. തെലപ്പതി. ഭാര്യയ്ക്ക് ഒരു മന്ദരം വന്നു, ഭർത്താവ് പിരിയും. തെലപ്പതി. നിങ്ങൾ ചെറുക്കത്തിലൊക്കെ ഈ അനുഭവമുള്ള ചില സമയങ്ങളിൽ തെലപ്പതി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശ്രീമതി സോണിയ ഗാന്ധി. രാജീവ് ഗാന്ധി സിരിപ്പെൻഡസ്റ്റിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ ചതരിക്കപ്പെട്ട അതേ സെക്രട്ടറി സോണിയാഗാന്ധി അന്നത്തെ സെക്രട്ടറി ജോർജിനോട് ചോദ്യം ചോദിച്ചു, എന്റെ രാജീവിന് എന്ന് പറ്റി. അരമണിക്കൂർ കഴിഞ്ഞ് ലോക വാർത്താമാധ്യമമാണ് രാജീവിന്റെ വധവാർത്ത കടത്താൻ ചെയ്തത്. ഒരു വലിയ നമ്പരം സ്വന്തം ദേഹത്തിൽ സെൻസ് ചെയ്യുക അവസ്ഥ. ഇതാണ് തെലപ്പതി. ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ കാലിൽ ഒരു ചെറിയ മുള്ളു, കാലിൽ മുള്ളു കൊടുക്കുമ്പോൾ കൈ കെട്ടിയെന്ന് പറയുന്നു. ഒരുപാട് പോകുന്ന കാലുണ്ട്, കൊള്ളാത്ത കൈ കൊള്ളാൻ മുള്ളു മാത്രമില്ല, മുള്ളാനും ഇല്ല. കൈ ഓടിച്ചിട്ട് മുള്ളു വലിച്ചു മരുന്ന് വെച്ചു. ഭർത്താവ് മകൻ എന്നോട് ഭാര്യ നേരത്തെ നേരത്തെ നീട്ടിയെടുക്കാൻ പറഞ്ഞു, നേരട്ടെ എന്നെ നാട്ടിൽ തന്നെ നീക്കാനുള്ള സമയം ഇതായിരിക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് മകൻ വന്നു, ദൈവം തീരുമാനം കൊടുത്താൽ കൊലക്കെങ്കിലും കുത്തിയിൽ കേട്ടി. ആ പരസ്യത്തിലോ സ്നേഹത്തിന്റെ തരം. 1 സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദാമ്പത്യം, 2 സംതൃപ്തിയുടെ ദാമ്പത്യം, 3 സാമീപ്യം അനുഭവിക്കുന്ന ദാമ്പത്യം, 4 സുരക്ഷിതത്വ ബോധമുള്ള ദാമ്പത്യം. സുരക്ഷിതത്വ ബോധം എന്താ? സുരക്ഷിതത്വ ബോധം കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ നശിപ്പിക്കുന്നത് ഭാര്യയുടെ മകനെ സെക്യൂരിറ്റി ഫീലിംഗ്. എപ്പോഴും ചീട്ട് കളിച്ച് സമയം കണ്ട മനുഷ്യനാണ് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. വീട് വൃത്തിയായ ഒരു സ്ത്രീ സൂക്ഷിച്ചിട്ട് അവൾ നശിപ്പിക്കുന്നത് വീടിന്റെ സുരക്ഷിതത്വ ബോധം. ഒരു ചിട്ടയും ക്രമവും അടുക്കും വീടിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടും. ആ സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ അറിയാതെ മനസ്സ് അകലാൻ തോന്നും. ഒരിക്കലും സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്നത് മാത്രമല്ലേ, നമുക്കറിയാം കുടുംബത്തിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ചെറിയ വരുന്ന പ്രശ്നം ചിലപ്പോൾ അരിശം വരുമ്പോൾ അത് ഒരു ഭർത്താവിന്റെയും അല്ലെങ്കിൽ വിവാഹത്തിന്റെ 25ാം വാർഷികം. അപ്പം ഒരിക്കലും വരവുണ്ടാകുന്ന ദമ്പതികൾ എന്നുള്ള സർട്ടിഫിക്കറ്റല്ല, വിഷുവിന് അവർക്ക് സർട്ടിഫിക്കറ്റ് സമ്മാനം കൊടുക്കുക. ഈ ഭർത്താവിനെയും ഭാര്യയും അനുമോദിച്ചില്ല. പിതാവ് പറഞ്ഞു, 25 വർഷം വഴക്കുണ്ടാകുന്ന പിണങ്ങാതെ ജീവിക്കാൻ കഴിയുന്നത് അഭിനന്ദനങ്ങൾ. പക്ഷെ ഈ സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 25 വർഷം പിണങ്ങാതെ വഴക്കുണ്ടാക്കാൻ ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? കഴിയുമ്പോൾ പറഞ്ഞു, പിതാവ് ആദ്യ രാത്രി ഇവിടെ ഞാനും ധരിച്ച് ഒരു മുറി അടിച്ചെടുത്ത പ്രതിജ്ഞയാണ് 25 വർഷം പിണങ്ങാതെ ജീവിക്കാൻ ശക്തി ധരിച്ചത്. എന്നാണ് പ്രതിജ്ഞ? അയാൾ പറഞ്ഞു, ഞാൻ ഇവരോട് പറയും, എന്റെ കണ്ണോട് നഷ്ടപ്പെടുകയും കുളിച്ച് തന്നെ വിളിക്കാൻ തുടങ്ങി, അടിവേൽ തുടങ്ങി ഒരു തുണി തരാൻ തുടങ്ങുകയും ചെയ്തു. ഞാൻ വാദം വന്ന് വരാൻ വിളിക്കും, നീ സാക്ഷായിട്ട് മുടി പൂർത്തിയാക്കണം. എപ്പോൾ കണ്ണോട് വീണിട്ടുവോ ദോളയും മുട്ടും വാദം തട്ടും അപ്പം. ഈ പ്രതിജ്ഞ 20 വർഷം പാലിച്ചു. എപ്പോഴെല്ലാം തെളിവിക്കാനും ചവിട്ടാനും കുടിക്കാനും വേണ്ടി ഞാൻ വരാൻ കഴിയുന്നു. അവൾ മുടി പൂർത്തി. എന്തിനു വേണ്ടിയാണ് ഈ അവാർഡ് മേടിയെന്ന് വെച്ചാൽ 25 വർഷമായി ഞാൻ വീടിന്റെ വരാണ്ട തന്നെ നിൽക്കുകയാണ്. ഞാൻ അവാർഡാണ് ഈ അറിവും ഞാൻ ജീവിതം എളുപ്പമല്ല, എങ്കിലും ഒരു സാമീപ്യം കൊടുക്കണം, ഒരു സാമീപ്യം കൊടുക്കണം, ഈ സുരക്ഷിതബോധം കൊടുക്കണം. ശരിക്കും ഒരു ഭാര്യയ്ക്ക് തോന്നുകയാണ്, എന്റെ ഭർത്താവിന് വീട്ടിൽ എനിക്ക് സുരക്ഷിതത്വം തോന്നിയാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയത്തിനെ കാണാൻ വേണ്ടി സ്വന്തം വീട്ടിൽ പോവുകയല്ല, ഇവിടെ തന്നെ അവൾ നിൽക്കും, അവിടെ തന്നെ കുറച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് തോന്നണം, കല്യാണം കഴിഞ്ഞാൽ എന്റെ കെട്ടിയവന് പെങ്ങളേക്കാൾ അമ്മയേക്കാൾ കഴിവ് വിഷയം എന്നോടാണ്. ആ രീതിയിൽ പെരുമാറാൻ ഒരു പുരുഷൻ പഠിക്കണം. കല്യാണം കഴിഞ്ഞ് പിന്നെയും അമ്മയുടെ പുറകെ പെങ്ങളുടെ പുറകെ എല്ലാം അവനോട് ഭാര്യയോട് പറയുന്നെങ്കിൽ അവന് നഷ്ടപ്പെട്ടത് സുരക്ഷിതത്വ ബോധം. അതിനുള്ള വാക്കാണ് ഇടം. കുടുംബത്തിലെ മനഃശാസ്ത്ര വാക്കാണ് ഇടം.
ഒരു ഇടന്ന് ഭാര്യയ്ക്ക് തോന്നണം എന്റെ അപ്പനെ അങ്ങ് വിട്ടു പോകുന്നതാണ് ഈ ഭർത്താവ് വീട്ടിൽ എനിക്ക് ഇടവ്. ഭർത്താവിന് തോന്നണം ഇവിടെ ആങ്ങളമാരെക്കാളും അപ്പനെ അമ്മയെക്കാൾ ഇവിടെ എന്നെയാക്കരുത് ഇടം. തുമ്മിയാലും ചീരിയാലും ചുമച്ചാലും ഉടനെ അമ്മയോട് ഫോൺ വിളിച്ചു വരുന്ന മകൾ ഭാര്യയാലും യോഗ്യതകളല്ല വലിയ കഴിയുന്ന ഒരു ശാപമാണ്. ചുമ്മാ ഭർത്താവിന്റെ കൊച്ചുകുട്ടി കാര്യം ചുമ്മാ പറയും. കുടുംബകോടി പല കേസിനെയും കാരണം പെണ്ണിന്റെ അമ്മയാണ്. ചെറുക്കിന്റെ അമ്മയുണ്ട്, പക്ഷെ പെണ്ണിന്റെ അമ്മ ആവശ്യമില്ലാതെ കിള്ളിക്കിള്ളി ഒരു വച്ചേ ഉള്ളൂ. ഓമനിച്ച് ചോദിച്ച് ഡൈവോഴ്സ് കിട്ടിയിട്ടുണ്ട് പല കേസുകൾ. ഇവിടെയാണ് ഒരിക്കൽ വിട്ടോ പോയി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ഈ വിട്ടേക്കും ഉപേക്ഷിച്ചും തോന്നുകൊണ്ട അറിയാൻ ഗൗരവം. ആണുങ്ങൾ കെട്ടിക്കും വേദനകളാണ്, പെണ്ണുകളെ കെട്ടിക്കും വേദനകളാണ്. വിട്ടേച്ചപ്പോ ഉപേക്ഷിച്ചപ്പോ പട്ടാളക്കാരനാണെങ്കിലും തോക്ക് പിടിക്കുന്നു വിറകാത്ത കൈ താനും പിടിക്കുന്നു പറയും. പട്ടാളക്കാരന് പോലും അറിയാം രണ്ടാം ലോകമഹായുദ്ധം സഹിക്കാൻ. ഇന്നു മുതൽ ആരംഭിക്കുന്ന മൂന്നാം ലോകമഹായുദ്ധം അവർ ശക്തിക്കാം. കുറെ നാൾ മുമ്പ് ഒരു കണക്കധ്യാപകനെ ഞാൻ കെട്ടിച്ചു. അവർ കെട്ടിയത് ഇംഗ്ലീഷ് പഠിക്കുന്ന ടീച്ചറെ ചൂരൽ വഴി കുലുക്കി നിർമ്മിച്ച പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുക. സാർ നോക്കുമ്പോൾ ചൂരലിൽ നിന്ന് ആരിന്റെ പകുതി കടിയില്ലാത്ത ഒരു കൊച്ചു ചീകുനൂരിൽ കെട്ടിവാല് കൊണ്ടിട്ട് പെടിയെ കെട്ടുമ്പോൾ ഇവന്റെ കൈ വഹിക്കുന്നില്ല. ചിത്രശലം തേ പിടിക്കാൻ വേണ്ടി പൂവിന്റെ മണ്ണേക്കൂടെ പറക്കണപോലെ കൈ വെഞ്ഞിത്തിന്നി പോകും. അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയെത്തിയാത്രേ. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടി ഒരു ചെറിയ കേക്കും കൊണ്ട് എന്നെ കാണാൻ ആസ്വദിച്ചു. ഞാൻ കേക്ക് ആസ്വദിച്ച് മുറിച്ച് രണ്ട് ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. അവരിൽ മൂത്ത കഷ്ണം ഞാനും കൊടുത്തു. ബാക്കി അനുമാനിച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പോ ഇവരെ തോളെന്നിട്ട് ഞാൻ ചോദിച്ചു, പേടിക്കുള്ള കണക്കധിയാവുക എല്ലാം വരയാണ്. സ്വന്തമായിട്ട് പെണ്ണെ കിട്ടുന്നു ഇവരുടെ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛാ അത് വരയാണെന്നാണ് ചെറുപ്പത്തെ. ഞാൻ പറഞ്ഞു കൈകൾ തുള്ളുക വിലയില്ലാതെ വിലയുള്ളതാണ്. ഒരു പെണ്ണെച്ച വരച്ചതല്ല. കത്തോലിക്കാസിന്റെ ഗൗരവമുള്ള ഒരു ഭൂതാശയുടെ സ്വീകരണത്തിന്റെ വരച്ചതല്ല. പിന്നെയോ പരിശുദ്ധമാവുന്ന അവൻ വിട്ടുപോകും. വിട്ടിട്ട് പോകുമ്പോഴുള്ള അത്യാവശ്യം. ഞാൻ അച്ഛനായി ഒത്തിരി താമസിയാതെ ലഭിച്ചത് എന്റെ അപ്പന്റെ പെങ്ങളെ ഇന്ത്യൻ പട്ടാളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ പഞ്ചാബിൽ സിഖ് ഭീകരന്മാരെ പോകുമ്പോൾ നിർത്തി എഴുകലാപിച്ചത്. ആറടി പൊക്കം, ആചാര്യ ബാബു, കപ്പട മീശ, ഒത്തവണ്ണം മുഴുത്ത മനുഷ്യൻ. അവൻ കെട്ടിയത് ഡൽഹി പോലീസിലെ 5 അടി പൊക്കമുള്ള വനിതാ സഹകരണെ. എറണാകുളത്ത് ഒരു വെല്ലുവിളി അവനവിടെ കെട്ടുമ്പോൾ സൂക്ഷിച്ചു നോക്കി. ഭീകരന്മാരെ തൂക്കുമ്പോൾ നിർത്തി എഴുകലാപിച്ചത്. ഇവിടെ പുറകിൽ നിന്ന് കാറ്റിട്ട് കരിയില പോലെ എഴുകലാപി. മൂന്ന് ചുമക്കുന്നു, ചൊടി വരടുന്നു, നട്ടുന്നു, നനയ്ക്കുന്നു, ഞെട്ടുന്നു, നനയുന്നു. വെപ്രാളം. ഞാൻ നോക്കുമ്പോഴുണ്ട് ഭീകരന്മാരെ ഭരിച്ചവൻ താലി കെട്ടുമ്പോ വിറച്ച് ചരൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് കൂടി കെട്ടിവെച്ചു. എനിക്ക് സഹതാപം തോന്നി. പറയാനില്ല, പേടിക്കണ്ട, നിങ്ങൾക്ക് ധൈര്യം, നീ മാറി നിൽക്കട, ഞാൻ കെട്ടിത്തരാം. ഇവളാണെങ്കിൽ അവരുടെ ലാത്തി വെട്ടി വീശിയെടുത്ത ലാത്തിയുടെ നാലിന് പകുതി കടിയില്ല. ഒരു കൊച്ചു മോനെ ഇവന്റെ വെള്ളം തിരികെ കെട്ടുന്നു. കലാമണ്ണം കല്യാണിക്കുട്ടിയമ്മ ഉച്ചക്കുടി ആകുന്നത് കൈ കൊണ്ട് മൊത്തം പോയത്. ഇതിനാണ് ഈ വിറകൽ ധൈര്യമായിട്ട് തിരികെ കയറ്റിയ മോതിരൊന്നും അച്ഛൻ ഏറിച്ചാലും വെപ്രാളത്തിനും വേദനാതിക്കടിയിൽ അവിടെ കൈകാനും തെറ്റി മാറി മോതിരം എന്നെ തന്നെ കുത്തിയിരിക്കാൻ ഗൗരവമുള്ള രീതിയാണ്. അതുകൊണ്ടാണ് ഇത് എളുപ്പമല്ല. ഇവിടെയാണ് സുരക്ഷിതത്വം. വിട്ടിട്ട് പോകും ഇവളാണല്ലേ, വിട്ടിട്ട് പോകും ഇവനാണല്ലേ, ആ ബോധ്യം കൊടുക്കണം. ആ ബോധ്യം സുരക്ഷിതത്വം കൊടുക്കുന്നത് ദാമ്പത്യം. സ്വാതന്ത്ര്യം, സാമീപ്യം, സംതൃപ്തി, സുരക്ഷിതം. 5 സമർപ്പണത്തിന്റെ ദാമ്പത്യം. സമർപ്പണം. 3 സമർപ്പണങ്ങൾ വിവാഹത്തിന് ശേഷം നടന്നിരിക്കണം. 3 സമർപ്പണങ്ങൾ. 1 ശാരീരിക സമർപ്പണം. ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോടും സ്വന്തം ഭാര്യയുടെ ഇഷ്ടപ്രകാരം സ്വശരീരം ഭർത്താവ് വിട്ടുകൊടുക്കണം. സ്വന്തം ഭർത്താവിന്റെ ഇഷ്ടപ്രകാരം ഭാര്യ ദേഹം വിട്ടുകൊടുക്കണം. രോഗമോ ക്ഷീണമല്ലാത്ത അവസ്ഥകളിൽ സ്വയം തീരുമാനത്തിൽ ഒരു ഭാര്യ ഭർത്താവിനും അകച്ച പാലിക്കരുത്. ഭർത്താവ് ഭാര്യയിലും അകച്ച കൊടുക്കുന്നത് ശരീരത്തിന് സമർപ്പണം. 2 സാമ്പത്തിക സമർപ്പണം. എന്താ സാമ്പത്തിക സമർപ്പണം? 500 രൂപ കടമുണ്ടെങ്കിൽ അത് ഭാര്യയോട് പറഞ്ഞിരിക്കുന്നു.
500 രൂപ ചുമ്മാ ഇരിക്കുള്ളൂ ഭാര്യയോട് പറയാൻ, ഭാര്യയുടെ കാശ് ഇരിക്കുള്ളൂ കെട്ടിയവരോട് പറയാൻ. പെണ്ണുങ്ങൾ വളരെ വിദഗ്ധരായ പെണ്ണുങ്ങൾ എല്ലാ ഉള്ളിലും ഇല്ലേ. ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, ഒരു 1000 രൂപ വായ്പ തരാമോ, 3 ദിവസം കഴിയുമ്പോൾ നിനക്ക് ഞാൻ തിരിച്ചു തരാം. അവൻ പെണ്ണ് വിഷയം 1000 രൂപ ആയോ, അതെങ്ങനെ ഇരിക്കും, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, 1000 ഉള്ള ആ കാലത്താണ് ചോദിക്കും, ഞാൻ കണ്ടിട്ട് പോലും. അതിന്റെ പിറ്റേ ദിവസം രാത്രിയാണ് നരേന്ദ്രമോദി 1000 നോട്ട് പിറ്റേ ദിവസം വെള്ളം നോക്കി 5-6 രൂപ ഒരു ലക്ഷം 500 ചില കള്ളി പെണ്ണുങ്ങളെ ഒന്നേനെ കൊടുക്കത്തില്ല, ചിലമാര് പൈസ തിരിച്ചു കൊടുക്കത്തില്ല. അതും പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു സാമ്പത്തിക ഭർത്താവിന് ഒഴിക്കുന്ന കാശ് ഭാര്യയ്ക്ക് വേണം, ഭാര്യ ഒഴിക്കുന്ന കാശ് ഭർത്താവിന് വേണ്ട. സാമ്പത്തിക സമരം 1 ശാരീരിക സമരമാണ്, 2 സാമ്പത്തിക സമരം, 3 ആത്മീയ സമരം. കല്യാണം കഴിച്ചോളോ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് പഠിക്കും, ഒരുമിച്ച് ധ്യാനം കൊടുക്കും, ഒരുമിച്ച് ബൈബിൾ വായിക്കണം. ആത്മീയ സമർപ്പണം. ചില പെണ്ണുങ്ങളുടെ കരഞ്ഞോട് പറയുന്നു, കല്യാണം സംസാരിച്ച കുഞ്ഞുങ്ങൾ സംസാരിച്ചില്ല, ശരിയല്ല. അങ്ങനെ ഭാര്യയെ മുമ്പരപ്പെടുത്തരുത്. പള്ളിയിൽ പോകുന്ന പിള്ളേർക്ക് നിർമ്മാണം കൊടുക്കരുത്. ഒരാത്മീയ സമർപ്പണം. അപ്പം ഒരിക്കൽ കല്യാണം കഴിച്ചു പിന്നെ ഒത്തിരി ജീവിക്കാനായി കെട്ടാൻ പോകാം. കല്യാണം കഴിച്ചോ പിന്നെ ഒരുമിച്ചുള്ള ജീവിതം, ഒരുമിച്ച് പ്രാർത്ഥന ജീവിതം. ഇത് പറയുന്ന വാക്കാണ് സമർപ്പണത്തിന്റെ ജീവിതം. 7 6 സ്നേഹത്തിന്റെ ദാമ്പത്യം. സ്നേഹം എന്താണ്? സ്നേഹം ഭാര്യയ്ക്ക് തോന്നണം ഈ ഭർത്താവിനെ സ്നേഹിക്കും, ഭർത്താവ് തോന്നണം ഈ ഭാര്യയെ സ്നേഹിക്കും. ഈ സ്നേഹം പ്രകടിപ്പിക്കണം. ഉള്ളിൽ വെച്ചാൽ പോരാ, പുറത്തോടെ പ്രകടിപ്പിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആളുകൾ ഉള്ളിൽ സ്നേഹമുണ്ട്, പുറത്തോട് കാണിക്കുക. ചില പിള്ളേരുടെ അകത്ത് സ്നേഹമുണ്ട്, കാണിക്കുക. ഞാൻ ശാലോമില് എല്ലാ ശനിയാഴ്ച നോക്കുകൾക്ക് ഫാമിലി കോണറിൽ ഈ ചിന്തകളാണ് ജനമായിട്ട് പങ്കുകൊടുക്കുക. ഫാമിലി കോണറില് ഇന്ന് പകരം ഒരു ഷൂട്ടിംഗ് ആയിരുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് ഞാനും ശ്വേതാമേനും നമ്മുടെ കലാകോത്സവം കൂടെ ഈ അമൃതയ്ക്ക് വേണ്ടി അമൃത ടിവിയിൽ ഡിസംബർ 29 കാണിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ഓരോ കുടുംബത്തിന്റെ പ്രശ്നം പറയുമ്പോൾ അതിനുള്ള പരിഹാരം പറയുന്നത് കുടുംബം ഒരു ഗുരുക്കൂടാക്കി മാറ്റുന്നു. ആ ചിന്തയാണ് പകരം മുന്നിൽ അമൃത ചാനലിന്റെ നമുക്ക് വെച്ചത്. നമ്മുടെ കുടുംബത്തിൽ സ്നേഹം കാണിക്കണം. ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ അച്ഛൻ എന്നെ കെട്ടിയവന് ഒരു സ്നേഹവുമില്ല, ഇയാൾ കെട്ടിയത് 20 അബദ്ധങ്ങളുടെ പേരാണ്. ഒരു ഇന്ത്യക്കാരൻ നിയമ മാസത്തിൽ 5 ദിവസം പോലും എന്നോടൊന്ന് താമസിക്കില്ല. ഞങ്ങളുടെ ഭാര്യയ്ക്ക് പരാതി പൊട്ടി ഒപ്പം വിവരമുണ്ട്. എല്ലാത്തിനും ഉറവാച്ച 5 ഷീറ്റ് അവരുടെ പേര്, ഒരു മാൻസൺ കാർ, സമർത്ഥനായ ഒരു ഡ്രൈവർ. ഒരു കുറവ് ഞാൻ എത്തിയിട്ടില്ല. ഞങ്ങളുടെ കുറവ് ഡ്രൈവർ പോരാ, ഇതിനെ കിട്ടും. ഞാൻ കുറവ് തോന്നണം. സ്നേഹിക്കുന്ന കെട്ടിയവരുണ്ട്, സ്നേഹിക്കുന്ന ഭാര്യയുണ്ട്, അങ്ങോട്ടും. ഇതാണ് സ്നേഹത്തിന്റെ താല്പര്യം. സ്നേഹമുള്ളോ കടബാധ്യതയാണെങ്കിൽ പിടിച്ചിരിക്കും, സ്നേഹമുള്ളോ രോഗമാണെങ്കിൽ പിടിച്ചിരിക്കും. എത്ര പണമുള്ള സ്നേഹമില്ലേ, മുഖം പാടും. ചില മനുഷ്യരെ കാണുന്നില്ലേ, ഇവിടെ മുഖം കണ്ടാക്കുന്ന സങ്കടം തോന്നും. ചില ഭാര്യാഭർത്താക്കന്മാര് നടന്നു കണ്ടാത്തൊന്നും ഏതോ മോശയിൽ നിന്നും 2 ശവങ്ങൾ നടക്കാൻ പറ്റുന്നത്. ചോദിച്ചാൽ മറുപടി അഞ്ചേ അവിടെ നടക്കുകയല്ല. എപ്പോ വരുന്നറിയാമോ? ഉള്ളിലില്ല. അതുകൊണ്ട് ചില മനുഷ്യനെ വെച്ച് പറയും കെട്ട മനുഷ്യൻ. കെട്ട മനുഷ്യൻ എന്താണ്? കെട്ട മനുഷ്യൻ മുഖത്ത് കെട്ടമില്ലെങ്കിൽ കെട്ട മനുഷ്യൻ. എഴുതുന്ന അക്ഷരം കടലാസിൽ പറയും, ഹൃദയത്തിൽ എഴുതുന്ന അക്ഷരം മുഖത്ത് കാണാം. അകത്ത് അരിശമാണോ മുഖം പിരിച്ച്, നിരാശയാണോ വീട്ടിൽ, അടുത്ത സന്തോഷമാണോ പ്രകാശിച്ചിരിക്കും. നമ്മുടെ ഉള്ളിൽ വീട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, അത് പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ആ മാറ്റങ്ങൾ അനുഭവിക്കാൻ. അവസാനമായി 7 സമാധാനത്തിന്റെ താല്പര്യം. ഒരു ഭർത്താവ് പറയണം, സ്വന്തം അപ്പനെയും അമ്മയും ആങ്ങളെയും വിട്ട് എന്റെ വീട്ടിൽ വന്ന വേണ, അവൾ അപ്പന്റെ പേര് മുറിച്ചിട്ട് എന്റെ പേര് വാല് പോലെ കൂട്ടിച്ചേർത്തവള. അവളുടെ സമാധാനം നൽകുന്ന ഒരു വാക്ക്, ഒരു പെരുമാറ്റം
ഭർത്താവിനോടായിരുന്നു. ഒരു സ്ത്രീയോടാണ് സ്വന്തം അമ്മയും അപ്പനെയും പെങ്ങന്മാരെയല്ല, എന്നെ സ്നേഹിക്കുന്ന കെട്ടിടന അവന്റെ സമാധാനം എന്ന വർത്താനം പറയാൻ വരുമ്പോൾ എപ്പോഴും അമ്മയുടെ കുറ്റം, പെങ്ങന്മാരുടെ കുറ്റം, ഏത് സമയവും നെഗറ്റീവ് വർത്താനം പറഞ്ഞു പറഞ്ഞ് അവനെ അസ്വസ്ഥനാക്കരുത്. സമാധാനം കൊടുക്കുന്നത്. ശ്രീനിവാസൻ ഇപ്പോൾ അസുഖ പ്രചാരണം. ഞാനും ശ്രീനിവാസനും കൂടി പഴയ സിനിമാ നടി മോനിഷയുടെ ഓർമ്മയ്ക്കായിട്ട് ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു നൃത്താലയം അമ്മ സംഘടിപ്പിക്കുന്നു. മോനിഷയ്ക്ക് ഒപ്പം വീണ അമ്മയുടെ രണ്ടു കാലം ചരഞ്ഞു പോയതാണ്. ആ കാല് വീണ്ടുന്ന അമ്മ മകന്റെ ഓർമ്മയ്ക്കായിട്ട് എന്നോട് വിളിച്ചാൽ ഇനി എനിക്ക് കാലിനോട് നടക്കല്ല, എന്റെ കാലിന് ഞാൻ പ്രദക്ഷിണമാക്കുക. പ്രദക്ഷിണം മുറിയിൽ അഴിഞ്ഞുപോയ കാലം ഈശ്വരൻ എന്താ ഇതുകൊണ്ട് പ്രദക്ഷിണം. അപ്പം ശ്രീനിവാസൻ കലാസംഘം ഉദ്ഘാടനം ചെയ്തു. ഞാനൊരു കളിക്കുന്ന ചരിത്ര പ്രഭാഷണം നടത്തി. ഒരുമിച്ച് പോയി ശ്രീനിവാസൻ പറഞ്ഞു, അച്ഛാ, ചിന്താവിഷ്ടയായ ശ്യാമ എന്ന പടത്തിന് ശേഷം ഹിറ്റായ പടം പിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, ഇനി ഒരു പടം പിടിക്കുന്നത് അപ്പനെയും അമ്മയും വീടിനെയും ദേശത്തെയും വിട്ടിട്ട് ഭർത്താവ് ഇറങ്ങി പോകുന്ന കാര്യക്ക് അവിടെ നഷ്ടപ്പെട്ട സ്നേഹം മുഴുവൻ ഭർത്താവ് കൊടുക്കണം. അപ്പന്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, ആങ്ങളുടെ സ്നേഹം അങ്ങനെ കൊടുത്താലേ അവർക്ക് ഒരു മനസ്സിൽ സമാധാനം ഉണ്ടാവും. ആ സമാധാനം കിട്ടുമ്പോൾ ഭർത്താവിന്റെ സമാധാനം കരാതിരിക്കാൻ അവരും ശ്രദ്ധിക്കും. സമാധാനം സ്ഥാപിക്കുന്ന സമാധാനം കൊടുക്കുക നമ്മുടെ കുടുംബം ഏതെങ്കിലും കൂടി ജീവിക്കാൻ പറ്റും. അതെങ്ങനെയാണ്, എത്തരത്തിലാണ് നമ്മൾ ചിന്തിക്കുക. വീട് കുടുംബത്തിന് 5 മൂലക്കല്ലുകൾ, ദാമ്പത്യ ജീവിതത്തിന് 5 മൂലക്കല്ലുകൾ. അതെല്ലാം വി എന്ന മലയാള അക്ഷരത്തിൽ തുടങ്ങുന്ന 5 മൂലക്കല്ലുകൾ. 1 വിജ്ഞാനം, 2 വിശുദ്ധി, 3 വിവേകം, 4 വിധേയത്വം, 5 വീണ്ടെടുക്കുക. കുടുംബബോധി വരുന്ന പല കേസും ഈ 5 ഏതെങ്കിലും നിന്ന് ഇല്ലാതെ പോകുമ്പോഴാണ്. 1 വിജ്ഞാനം. എന്താ വിജ്ഞാനം? ഞങ്ങൾ അച്ഛന്മാര് കാലാനുസരണം ബൈബിൾ കമന്റുകൾ വായിക്കും, ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കും. കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഡോക്ടർമാര്, നഴ്സുമാര്, എൻജിനീയേഴ്സ്, അഡ്വക്കേറ്റ്സ്, അധ്യാപകർ എല്ലാവരും അവരുടെ മേഖലയിൽ അനുഭവം ആർജിക്കും. ദമ്പതികൾക്കും ഇത് ആവശ്യമാണ്. നല്ല ദമ്പതി ജ്ഞാനങ്ങൾ കൂടി വിജ്ഞാനം ആർജിക്കണം. നല്ല പുസ്തകങ്ങൾ വായിച്ച് വിജ്ഞാനം ആർജിക്കണം. വനിത, ഏകലക്ഷ്യം, ഈയിടത്തെ കുടുംബ ലേഖനം നല്ല ഡോക്ടർമാരുടെ മനസ്സിലാക്കണേ, അപ്പൊ വായിക്കണം. അറിവിൽ നമ്മൾ വളരണം. മനോരമ ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകം ഞാൻ പുസ്തകമാണ്. സകല ജാതികളും ഇന്ന് അവിടെ യുവജനങ്ങൾക്ക് ഈ പുസ്തകം വിവാഹങ്ങൾ ഒരുക്കമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കാറ്. ആ പുസ്തകമാണ് ഇണയിൽ തുണി. മനോരമത്തിലെ പുസ്തകം ഇണയിൽ തുണി. അത് അറിവിന്റെ മേഖലയാണ്, അറിവിന്റെ മേഖല. ചില ഈ SNDP-കാരെ വിളിക്കാറുണ്ട്. അവരുടെ കുടുംബയോഗങ്ങളിൽ ക്ലാസ് കൊടുക്കാൻ വേണ്ടി, കുടുംബത്തെ കുറിച്ചുള്ള അറിവിന്റെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യം വിജ്ഞാനം. അടിസ്ഥാനപരമായി ഭർത്താവും ഭാര്യയും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് 5 വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കണം. 1 ഭർത്താവിന്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. ഭർത്താവിന്റെ ലോകം അടൂരും ഏനാട്ടും പന്തളവും കൊട്ടാരക്കരയും പത്തനംതിട്ടയും ഒക്കെ ഉള്ള ഒരു വലിയ ലോകത്താണ് ഭർത്താവിന്റെ യാത്ര. ഏത് രീതി ഒരു വലിയ ലോകത്തെ യാത്ര. ആ ലോകത്തെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തലയ്ക്കുന്നത് അന്താരാഷ്ട്ര കാര്യങ്ങൾ. കൊറിയ, ഉക്രൈന് ചൊറിയാൻ സാധിച്ചു. ട്രംപിന്റെ വരവോടുകൂടി ഇസ്രയേലിൽ എല്ലാം മാറ്റത്തിൽ മുസ്ലിം രാജ്യങ്ങൾ ഒരു ഭീതിയുണ്ട്. റബ്ബറിന് വില കൂടുകയോ കുറയോ, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമോ, അന്താരാഷ്ട്ര കാര്യം. ഈ അന്താരാഷ്ട്ര കാര്യം ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ പ്രതീക്ഷിക്കുന്നത് പതയ്ക്കാൻ സോപ്പ്, കഴിക്കാൻ വെള്ളം, കുടിക്കാൻ ചായ, കുറയ്ക്കാൻ തുണിയുമായി ബഹുമാനത്തോടെ സ്വീകരിക്കുന്ന ആളെയാണ്. പക്ഷെ ഓർക്കണം, അവന്റെ ഭാര്യ ലോകം, കൊച്ചി ലോകം, അവൾ പുറത്തൊന്നും പോയിട്ടില്ല. അവിടെ തലക്കെടുത്ത് റബ്ബറോ ഉക്രൈനോ കൊറിയാനൊന്നുമല്ല. അവിടെ തലക്കെടുത്ത് ആളുകളുടെ ചിന്ത പശുവിന് ചനയുണ്ട്, കൊച്ചിന് പനിയുണ്ട്. നമുക്കവിടെ ഒഴിഞ്ഞു പോയല്ലോ,
പാത്രം കെണ്ണി പോയല്ലോ, ബെഡ്ഷീറ്റ് മുഷിഞ്ഞു പോയല്ലോ. അവളുടെ ലോകം പത്തനംതിട്ട പന്തളം ഒന്നുമില്ല. അവളുടെ ലോകം അടുക്കള പന്നിവേലി, പന്നിവേലി കോഴിക്കോട്, കോഴിക്കോട് റബ്ബർകോട്, റബ്ബർകോട് തെങ്ങിൻതോട്. ഈ കൊച്ചു ലോകത്തിലെ ഭാര്യ ഈ കൊച്ചു കൊച്ചു കാര്യം പറയാനാകില്ലേ ആരോട്? ഭർത്താവ്. അവ കേട്ടാൻ മനസ്സിലാക്കിയ സ്ത്രീ ഒരു കാര്യം പറഞ്ഞോളും, നിങ്ങളുടെ കെട്ടിയവനെ പിശാചി ഈമ്പിയ ചില സമയമുണ്ട്. ആ സമയത്ത് മിണ്ടാൻ പോയവരെ കുഴിച്ച കണക്ക് തോന്നിയിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഓർത്തിന് വിപരീതമായ ചില വാക്ക് അവന്റെ വായിന്ന് വരും. ഭർത്താവ് മടുപ്പ് വരുന്ന കാര്യം, ചേട്ടാ നമ്മുടെ വൈക്കോട് കോഴിപ്പെടാം ഒരു മുട്ടയിട്ടു. അവന് കോഴി പോയിട്ട് ആന മുട്ടയിട്ടാൽ അവനോട് അവരുടെ അമ്മയുടെ ഭർത്താവിനെ മനഃശാസ്ത്രയാണ് പറയുക. മുട്ട വളച്ച് ഒന്നാമതിനും കോമിട്ടുണ്ടാകും. അത് പാത്രത്തിൽ കളഞ്ഞിട്ടുണ്ട്. അവൻ ചോദിക്കും, ഓ എന്നാ തീറ്റയായിക്കൊണ്ട് മുഴുക്കമുട്ടയാണോ ചെറിയ മുട്ടയാണോ എന്നാ? ഇതാണ് ശ്രദ്ധ എന്ന് പറയുക. അപ്പൊ അവിടെ പോലും ഈ അറിവുകൾ ഭാര്യയുടെ കൊച്ചിലോ ഞാൻ പ്രോത്സാഹിക്കില്ല. ചില വാണങ്ങളോ എന്റെ ദൈവമേ പുറത്തു പോയി തിരിച്ചു വരുന്നതിനെ ഇരട്ടപ്പിള്ളാരെ മുല കുടിപ്പിച്ചുണ്ട വലുതുകയും BSNL ഫോൺ, വേണ്ടകയും റിലയൻസ് ഫോൺ. ഓഹോ നമുക്ക് തോന്നും ഇവൻ ഫോൺ പിടിച്ചില്ലെങ്കിൽ ഇന്ത്യ കാട്ടി വരാതെന്ന്. ചില ആളുകൾ പരിചയപ്പെടുന്നു, TV മറ്റും കാണുന്നു, പിള്ളേരെ മുന്നിയോ എന്നാൽ അരിശ അവൻ ഇരിപ്പ് വരുന്നതൊന്നും അവൻ നരേന്ദ്രമോദി കൈവിട്ട് എത്ര ദുരിതം. അപ്പൊ ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങൾ എത്ര തിരക്കെടുക്കുകയും സമയം കണ്ടെത്തി വർത്താനം പറയണം. ഇരിക്കണം ഞാൻ എന്റെ ഭാര്യയിലോ കൊച്ചിലോ ആ ലോകത്ത് ഞാൻ ഇതൊക്കെ ചെയ്യണം പറയാനും പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കെതിരെയും വേറെ ആരും നിൽക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ നാളെ വളരെ ആയിട്ട് നിങ്ങളുടെ ഭാര്യയെ കൈക്കൊള്ളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കേൾക്കാൻ ഭർത്താവോ രണ്ടിലോ? ഭർത്താവിന്റെ ലോകം വലിയ ലോകം, ഭാര്യ ലോകം ചെറിയ ലോകം. രണ്ടാമത്തെ വ്യത്യാസം, ആണുങ്ങൾക്ക് സ്വഭാവക്കാരെ വാ പൊടിക്കാൻ വ്യത്യാസം, പെണ്ണുങ്ങൾക്ക് സ്വഭാവക്കാരെ പൊടി സ്വഭാവം അടയ്ക്കാൻ വ്യത്യാസം. അത് വലിയ വ്യത്യാസം. ആണുങ്ങൾ അധികം വെല്ലുന്നില്ല. മനഃശാസ്ത്രം പറയുന്നത് ആണുങ്ങൾ ഒരു ദിവസം 7000 വാക്കുകളാണ് പറയുക. സ്ത്രീ ഒരു ദിവസം 14,000 വാക്കുകൾ പറയും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വർത്താനം മാത്രമല്ല, ആക്ഷൻ, ഗോഷ്ഠി, ചേഷ്ട എല്ലാം കൂടി 7,000 14,000. ഭർത്താവ് വിടുന്ന കൊട്ടാരത്തിൽ വരെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അവന് 6,000 ഭാഗം വലിയ പെരയ്ക്ക് വരും 500 ഭാഗം കൊണ്ട കെട്ടിയുടെ കാര്യം. ഒരു 500 ഭാഗം ഭാര്യ എന്നാ പറഞ്ഞാലും കടയാളി അമ്മച്ചിമാർ ഇടിയിപ്പ് പറയുന്നത് ഞെക്കി മുക്കി മൊഴി ഇത്രയൊക്കെ വരുന്നു. അത് പിണക്കമല്ല, അവൻ 500 സ്റ്റോക്കുള്ളൂ. ചില ആണുങ്ങൾ ഭാര്യ പിണങ്ങിയില്ലാത്ത അറിയില്ല. ഒരു സ്ത്രീ 2 ആഴ്ച പിണങ്ങി ഒരനക്കമില്ല. ഒരു ദിവസം വലിയ മനുഷ്യ 2 ആഴ്ച പിണങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്നോടൊന്നും പറയാൻ നീ പിണങ്ങിയിരിക്കാൻ ഒരു സ്ത്രീ 1 മാസം പണിയി മടി അവൻ തന്നെ മുന്നപ്പ് മാറി തലക്കുന്ന അവസ്ഥ വിസമുള്ള സാരി അവൻ മുകളിലൂടെ ആടി ആയി നടന്നു. അവൻ തിരിഞ്ഞുപോലും നോക്കി. ആ സ്ത്രീ ചോദിച്ചു, പൊന്നു മനുഷ്യ ഞാൻ തൊഴിൽ നല്ലതും എനിക്ക് എന്നോടൊന്നും തോന്നുന്നില്ലേ? അവൻ ചോദിച്ചു, എന്നാ തോന്നാനാടി മുള്ളുപൊലിക്ക് പൂക്കളുണ്ട് ആരും പോയി കെട്ടിപ്പിടിച്ചുപോയി ഈ കളിപ്പോണ വാക്ക് പറയാൻ. അവൻ അത്രയുള്ള ഇഷ്ടം അത്രയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളൊരു 15 മിനിറ്റ് ഭാര്യയോട് വേണ്ടിയിരിക്കും. വിജയിച്ച് അവള് 28,000 വാക്കും വരും. അത് വരാതിരിക്കണോ? അതുകൊണ്ടാണ് ഈ സ്ത്രീ ഉണ്ടായതിനു ശേഷമാണ് വർത്താനം മനസ്സിലാരംഭിച്ചത്. അന്ന് മനസ്സിലാക്കുന്നത് സായിമാര് പറയും പരദീസയിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടിയ പുരുഷൻ സ്ത്രീയെ കണ്ട് ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടും. എങ്ങനെ? മാഡം മാഡം അങ്ങനെ വർത്താനം ആരംഭിച്ചത്. മലയാള ഭാഷാക്കൾ പരദീസയിലെ ആദ്യ ഭാഷ മലയാളം. ഞെട്ടിയ ആളം നോക്കുമ്പോൾ പലകടകൾക്ക് മുടി പാറമുടി എടുക്കുന്ന ഒരു മാർഗത്തിൽ മണ്ണ് കൊണ്ട് നടന്നു. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്നതിൽ വാ അങ്ങനെ എന്ന വാക്കുണ്ടായിരുന്നു. മലയാളികളെക്കാൾ തമിഴ്മാർ കഴിയാം
പെണ്ണുങ്ങള് അവരന്മാര് സ്വന്തം ഭാര്യയെ വിളിക്കുന്ന പേര് തന്നെ സംസാരം ഒത്തുപോകും. കഴിഞ്ഞ കൊല്ലം അതിനുവേണ്ടിനാളിന്റെ വെടിവെടി വികാരത്തിന്റെ അന്വേഷിച്ചു അമ്മയുടെ മുന്നേ വാണം നൽകുക പൊട്ടുന്ന കേൾക്കാൻ എല്ലാവരും ആഗ്രഹമാണ്. സഹോദരിമാര് അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് വർത്തമാനം ആരംഭിച്ചു. ഒരു ഭർത്താവ് വഴി വഴി ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആളുകൾ ഡെയിലി വെറും 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുകൾ 14,000 വാക്കാണ്. കാര്യം പറഞ്ഞു ഞങ്ങളുടെ കുഴപ്പമില്ല. തന്നെ പോലെ കിഴവന്മാര് ഒരു കാര്യം കൊണ്ട് ബോധ്യപ്പെടുന്നെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുകൾ അല്ലെ 2 പ്രാവശ്യം ആവർത്തിക്കും. അങ്ങനെ 7,000 14,000 എന്നാണെങ്കിൽ പറഞ്ഞു കണ്ടോ അതും പോലും 2 പ്രാവശ്യം ലോകം വലിയ ലോകം, സ്ത്രീയുടെ ലോകം ചെറിയ ലോകം. 2 ആണുങ്ങൾക്ക് സ്വഭാവക്കാരെ വാ ഒഴിക്കാൻ പ്രയാസം, പെണ്ണുങ്ങൾക്ക് സ്വഭാവക്കാരെ പെണ്ണുങ്ങൾക്ക് നാമതയില്ല. മറ്റേ സൂര്യ 7-14 ബാക്കി. ഓക്കെ അല്ലല്ല ഞാൻ വിളിക്കുമല്ലോ ഇത് ഇമ്മടത്തല്ല. അത് എനിക്ക് പറയാമല്ലോ. അതിനെന്തോ ഞാൻ തിരുവനന്തപുരത്തല്ലോ. ഓക്കെ കുഴപ്പമില്ല. ഒന്നാമത്തെ വ്യത്യാസം ആണുങ്ങളുടെ ലോകം വലിയ ലോകം, സ്ത്രീയുടെ ലോകം ചെറിയ ലോകം. 2ാമത്തെ വ്യത്യാസം ആണുങ്ങൾക്ക് സ്വഭാവക്കാരെ വാ പൊളിക്കാൻ പ്രയാസം, പെണ്ണുങ്ങളുടെ സ്വഭാവക്കാരെ പൊളിച്ച വാ അറിയാൻ പ്രയാസം. 3ാമത്തെ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ആണുങ്ങൾ ശരിക്കും മറക്കുക, പെണ്ണുങ്ങൾ മറക്കും. അവര് ശരിക്കും മറക്കുക. ആണുങ്ങൾ മറക്കും ശരിക്കുക. ഭർത്താവിനോട് എന്തെങ്കിലും നൊമ്പരമുള്ള വാക്ക് പറഞ്ഞു അവൻ മറന്നു പോകും. ചാരം മൊഴി നീക്കുന്ന പോലെ ഉള്ളി കിടക്കും. പിന്നെ ഒരു അവസരം വരുമ്പോൾ തേടി വരും. അവൻ മറക്കും ക്ഷമിക്കും. സ്ത്രീയോ അവൾ ക്ഷമിച്ചാൽ മറന്നില്ല. 2024 നവംബർ മാസം 19 ഉള്ളത് എന്റെ മനുഷ്യ 990 തന്നെ മുടിഞ്ഞ മുടി ഭയങ്കരമായി പോയി. ഒന്നും മനസ്സിലാക്കാനില്ല. എഴുതി പറഞ്ഞിരിക്കും. ഒരു മാത്യു സാറും സിസിലി ടീച്ചർ. ഈ മാത്യു സാറ് സ്കൂളിൽ നിന്ന് വരുമ്പോ എന്നാ സംഭവിച്ചാലും സിസിലി ടീച്ചറോട് പറയും. ടീച്ചർ കേൾക്കും. ഒരു ദിവസം സാറ് പറഞ്ഞു എന്റെ എഴുതി സ്കൂളിൽ ഒരു പുതിയ മെയിൻ ടീച്ചർ വന്നു. കണ്ടാൽ നല്ല വെളുപ്പ് കളർ, പക്കാളിയുടെ ചുമപ്പ്, നീണ്ട മുടി, മുഖത്ത് കാലം കുത്തിക്കൊണ്ടിരിക്കുക, കുത്തിവീശുണ്ട്, ചെറിയ കാര്യം കാര്യമുണ്ട്, വല്ലപ്പെടുന്ന കാര്യമുണ്ട്, തനിക്കെന്താ എനിക്ക് അതൊക്കെ പറഞ്ഞ് അന്ന് തീർന്നു. 2 വർഷം കഴിഞ്ഞു. ഒരു ദിവസം ഈ മാത്യു സാർ സിറ്റിയിൽ പോയിട്ട് കൈൻഡി ഹോണ്ടായില്ലേ ആ സാറ് ഒരു ഗ്യാസ് ഒരു അപ്പം ഈ ആർട്ടിസ്റ്റാർ പറഞ്ഞു അടി ഇങ്ങനെ ടീച്ചർ വന്നു മുഖത്ത് കുറ്റിമീശയുണ്ട്, ഒരു പ്രത്യേക വലുതിൽ ഇരിക്കുക. അവള് പറഞ്ഞു വല്ലപ്പെടുന്ന മീശ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ എല്ലാം കഴിഞ്ഞു. വർഷങ്ങൾ 2 വർഷം കഴിഞ്ഞു മാത്യു സാർ പുറത്തു പോയിട്ട് കൈൻഡി കൊണ്ടായില്ല ഗ്യാസിന്റെ കൈൻഡി കൊണ്ടായ വരിക. വീടിന്റെ ഗേറ്റ് അങ്ങോട്ട് കടന്നുപോകുന്നത് അന്ന് പവർ കട്ടായിരുന്നു. ഇരുട്ടത്ത് ഇഷ്ടികൊണ്ട് ഹോളോബ്രിക്സ് ഇറക്കി വെച്ചിരുന്നു. പൂന്തോട്ടത്തിന്റെ സൈഡിലെ കാണാൻ ഇരുട്ടത്ത് തന്നെ മാത്യു സാറിന് കൈൻഡി കൊണ്ട സ്കൂട്ടറിൽ തേടി സാറ് കാല് വീണു, കൈ ഉദിച്ചു. സാറ് പറഞ്ഞു എന്നാലും നീ ഭയങ്കര കരണ്ടില്ലാത്ത സമയത്ത് പറയാൻ്റെ ഇഷ്ടിക തീർച്ചയായി എന്റെ കയ്യിൽ നിന്ന് മുടിയുമായി പറയുന്നത് മോശമായി. വളരെ ഭാര്യ പറഞ്ഞു പിന്നെ ടീച്ചറിന്റെ കുറ്റിവീശാന്റെ രാത്രി ഇഷ്ടിയും അങ്ങനെ ഒരു പ്രയാസമുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ ക്ഷമിച്ചാലും മറക്കുകയില്ല. ഇനി 4ാമതൊരു വ്യത്യാസമാണ്. ആണുങ്ങൾക്ക് തൊലിക്കെട്ടി കൂടുതൽ, പെണ്ണുങ്ങൾക്ക് തൊലിക്കെട്ടി കുറവ്. മനക്കെട്ടിയും തൊലിക്കെട്ടിയും വ്യത്യാസം. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കൂടുതൽ ധൈര്യം കൊടുത്തുകൊണ്ട് ഭർത്താവ് കൂടെ നിൽക്കണം. ഞാൻ കൂടെയുണ്ട് ആ ധൈര്യം കൊടുത്തിരിക്കണം. ഭർത്താവിനോട് സ്നേഹം കൊടുക്കുന്ന ഭാര്യയും മനക്കെട്ടി കൊണ്ട് ഭർത്താവ് നിൽക്കണം. തൊലിക്കെട്ടി വ്യത്യാസം. ആണുങ്ങൾക്ക് ക്ഷയിക്കാൻ കൊടുത്തോ കമ്പിക്കാരനോ കാപ്പിക്കൊമ്പനെ പിടിച്ച പോലെ നല്ല കട്ടി.
പെണ്ണുങ്ങൾക്ക് ശരിയാൻ കിട്ടും മോഡേണിലോ വണ്ണിലെ പിടിച്ചത് തള്ളതാ ഒരു നല്ല നയം. അതുകൊണ്ടാണ് കൊച്ചു കഴിയുമ്പോൾ അപ്പനെടുക്കോ കൊച്ചു വെല്ലുവായിലെ കാറും സർവകന്റെ മുഖ്യതോടെ, അമ്മയെടുക്കോ കറ്റിനെടുത്തും യൂറോസ് ലതപ്പടി മുഖ്യതോടെ ഒരു നല്ല നയം. അഞ്ചാമത്തെ വ്യത്യാസം, ആണുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മടി, പെണ്ണുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നല്ല താല്പര്യം. ആണുങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ് ഒരു സ്ത്രീ പ്രാർത്ഥിച്ചു പരിഹരിക്കണം. പെണ്ണുങ്ങളുടെ പ്രാർത്ഥന ആണുങ്ങളുടെ ബലമാണ്. അത് ഔദാര്യമല്ല, കുടുംബം നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥനാ കുറവ് പരിഹരിക്കണം. പ്രാർത്ഥനാ കുറവ് പോലെ സഹനശക്തി, ആണുങ്ങൾക്ക് സഹനശക്തി കുറവ്, സ്ത്രീകൾക്ക് നല്ല സഹനശക്തി. ആണുങ്ങൾക്ക് തലവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യുതന് വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമികുലുക്കം, ഭാര്യ അവനെ തന്നെ നോക്കണം. പക്ഷെ നല്ല അമ്മച്ചിമാർ തലച്ചോറിൽ പഠിക്കാം, എന്നാലും പറയും ഉൾവാളെ കുറിച്ച് അറിയാനും തലവേദന മാറും. വയറ്റിൽ മൂടുക, ചായ കുറിച്ചറിയാം മൂന്നിൽ മാറും. വേദന സഹിക്കും, വേദന. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കാനുള്ള വകുപ്പ് പെണ്ണുങ്ങളുടെ അവസ്ഥയിൽ കമരാനില്ല. ആണുങ്ങളുടെ വകുപ്പാകും ഒറ്റ പ്രസവം ലോകാവസ്ഥാനം. ഈ പരിപാടി ചെയ്തില്ല. ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ മോനെ പ്രസവിച്ചപ്പം എന്തൊരു വേദനയായിരുന്നു, ഇനി പരിപാടി ചെയ്യുന്ന ഞാൻ തീരുമാനിച്ചു. പക്ഷെ ഞാൻ 11 പ്രാവശ്യം ദൈവത്തോട് ആരാധന ചോദിച്ചു. ഇനിയും ഇനി വേണ്ടാന്നുള്ള എന്റെ തീരുമാനം ശരിയാണോ തെറ്റാണ്. അങ്ങനെ 11 പ്രാവശ്യം ആരോപണ ചോദിച്ചിട്ട് എന്റെ അച്ഛ ഞാൻ 12 മക്കളെ അമ്മയാണ് സഹനശക്തി ദൈവം സ്ത്രീക്ക് കൊടുത്തു. അതുകൊണ്ടാണ് ഈ അമ്മ സഹിക്കുന്നത് മക്കൾ ആരാ ഉറക്കളയുന്നു, ഓടിയിരിക്കുന്നു, കുരിശ് വയ്ക്കുന്നു, പള്ളി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, തേക്കുന്നു, നനയ്ക്കുന്നു. ഒരു മക്കൾക്ക് ഇഷ്ടം അപ്പൻ അരഞ്ഞാലും മക്കൾ അർക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് മക്കൾ അമ്മയോട് കൂടുതൽ പ്രധാനപ്പെട്ട അമ്മയെ നിക്കരല്ലേ, അമ്മയെ ഫോണല്ലേ, അമ്മയെ കൊടയല്ലേ, അമ്മയെ ബുക്കല്ലേ, അമ്മയെ ചോറല്ലേ, അമ്മയോട് വിളിക്കുന്നു. അപ്പഴ ഒറ്റ ചെല്ലു അപ്പ അമ്മയല്ലേ. സഹനശക്തി ഉള്ളത് ദൈവമുണ്ട്. അപ്പം പരിസരപൂർവ്വമാണ് അത് ജീവിക്കുക. ഇത് മൊത്തം പഠിക്കുന്ന ഭാഗമാണ് വിജ്ഞാനം. ഭാര്യയെ അറിയുക, ഭർത്താവിനെ അറിയുക, വായിക്കുക, ധ്യാനം കൊള്ളുക, കൗൺസിലിംഗ് പോവുക, ഏതെല്ലാം വീട്ടിൽ അറിവിന്റെ മേലെ നടത്താൻ പറ്റുമോ അറിയും. വിജ്ഞാനം ഒന്നാമത്തെ. 2 വിവേകം. വിവേകം രണ്ടാമത്തെ. എന്താ വിവേകം? ഭാര്യയ്ക്ക് മുൻപ് തോന്നുന്ന വർത്തമാനം ഭർത്താവ് പറയാം. ഭർത്താവിനെ മുൻപെടുത്തുന്ന വാക്ക് ഭാര്യ പറയണ്ടേ. ചില വാക്ക് പറഞ്ഞാൽ എന്റെ ഭാര്യ മകരമാണെങ്കിൽ അരിശം വരുമ്പോഴൊക്കെ ആ വാക്ക് ആവർത്തിക്കില്ല. ചില വാക്ക് എടുക്കുമ്പോൾ ഭർത്താവിന് വേദനയാണെങ്കിൽ ആ ഭാര്യ ആവർത്തിക്കൽ. ഇതാണ് വിവേകം. കുറ്റപ്പെടുന്ന വാക്ക് പറയാം. ഭർത്താവും ഭാര്യയും ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു ഭർത്താവ് പരിക്കേണ്ട സഭ ഭാര്യ കിഴങ്ങാൻ വേണ്ടി ചോദിച്ചു, എന്താ മനുഷ്യ ഇങ്ങനെ കാണാതെ ഇതിന്റെ അമ്മയുടെ കിഴങ്ങാത്തല്ല, തന്റെ അമ്മയുടെ വാഴപ്പല്ല, ഇതൊരു വർത്തമാനം. വിവേകം വേണം വർത്താനം പറയും. ഭർത്താവ് ഒരു നീല പാൻസ്, ചുവന്ന ഷർട്ടുണ്ട്, ഒരു മഞ്ഞ മക്കളും വേണ്ട ചെയ്തു. ഭാര്യ ഇങ്ങനെയുണ്ടെങ്കിൽ എന്നെ കണ്ട പ്രതീക്ഷ ഇപ്പൊ ചേട്ടനെ കണ്ട ഷാൻ കനകും. അവിടെ പറഞ്ഞ മറുപടി കേമോ ആയിരിക്കും. റെയിൽവേയിൽ ചരക്ക് നോക്കുന്ന അവന്റെ മറുപടി സത്യമായി. 22 വർഷമായി നിന്നെ പോലെ ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നിരിക്കട്ടെ. വിവേകമില്ലാത്ത വാക്കുകൾ വെറുതെ പറയും. ഭർത്താവും ഭാര്യയും 1 മാസം കഴിയും. 1 മാസം തീരുമാനിച്ചു ഇറങ്ങാം. എങ്ങനെ ഇറങ്ങും? ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഇറങ്ങാം. ഒരു വലിയ നോൺ വെജ് ഹോട്ടലിൽ ചെന്നപ്പോൾ 20ഓളം ഭാര്യാഭർത്താക്കന്മാർ ഇറങ്ങാൻ വേണ്ടി ആ ഹോട്ടലിൽ അന്ന് വന്നിട്ടുണ്ട്. ഒരു മേശപ്പുറത്ത് ചപ്പാത്തി, പൊറോട്ട, നാന്, കൊത്തു പൊറോട്ട, ഗോതമ്പ് പൊറോട്ട, മസാല ദോശ ഇതെല്ലാം ചെയ്യും. രണ്ടാമത്തെ ഒരു മേശപ്പുറത്ത് ബീഫ് ഫ്രൈ, ലിവർ ഫ്രൈ, ഫിഷ് മോളി, വെജിറ്റബിൾ കുറുമ, ഇങ്ങനെ നല്ല കറിയും ചെയ്യും. മൂന്നാമത്തെ മേശപ്പുറത്ത് ജിലേബി, ലഡു, കണ്ണിമത്തങ്ങ, മാങ്ങ, മാങ്ങ, ഐസ്ക്രീം, അതെല്ലാം സാധനം ചെയ്യും. ഇങ്ങനെ നോക്കി ഒരു ഭർത്താവ് എഴുതാൻ വേണ്ടി ഭാര്യയോട് കണ്ടു, എന്റെ സ്വീറ്റി കുറെ സ്വീറ്റ്സ് എടുത്തരാതെ അവൾ എടുത്തു കൊടുത്തു. അവരെന്താണ് രണ്ടാമത്തെ പറഞ്ഞു, എന്റെ കരളെ ലിവർ എടുത്തരാതെ. മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു, ഇങ്ങനെയുള്ള മരമനുഷ്യ നീ നല്ല മുഴുവൻ അവൻ നിർദ്ദയം പറയും, എന്റെ പോത്തെ ആ ബീഫ് അവളെ കൊണ്ടുവരിക.
വിവേകമില്ലാത്ത വാക്കുകൾ വാക്കുകളിൽ വിവേകമുണ്ട്. 1 വിജ്ഞാനം, 2 വിവേകം, 3 വിശുദ്ധി. എന്താ വിശുദ്ധി? ഇവിടെയുള്ള നല്ല മിടുക്കന്മാരായ എല്ലാ ആളുകളും നിലവിൽ 2 ഭാര്യമാരും എല്ലാ ഭാര്യമാരും തന്റെ കെട്ടിയവന്മാരും ഒരു സൗന്ദര്യത്തെ കുറിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും വെച്ചാൽ വിവാഹത്തിൽ നിന്നും പെണ്ണുങ്ങൾക്കൊരു സ്വപ്നം, ഞാൻ എന്ന പുരുഷൻ, മമ്മൂക്കയുടെ ശരീരം, മോഹൻലാലിന്റെ ചെടികൾ, ഉണ്ണിമോഹന്റെ കട്ടിമത്തി, പൃഥ്വിരാജിന്റെ ബുദ്ധിവീഴ്ച ഒക്കെ ഓർക്കുന്നു. ദൈവം കൊണ്ടതോ കൊടക്കത്തിൽ പോലെ വലിയ ഒരാളെ കിട്ടി. അങ്ങനെ ആളെ കിട്ടിയിട്ട് കട്ടിമത്തി നടത്താൻ അതിന്റെ പേരാണ് അശ്വതി. ആളുകളുടെ സ്വപ്നം, ഞാൻ കഴിയുന്ന പെണ്ണ് 80കളിലെ ശോഭനയുടെ വാദം, 90കളിലെ ദിവ്യാമ്മയുടെ വെളിഞ്ഞ തലയിൽ, 2000-ലെ കാവ്യമാങ്ങളുടെ പൊടിച്ച കണി, 2010-ലെ സമതാത്തിന്റെ കോമ്പല്ല ഒക്കെ വേണം. പക്ഷെ കിട്ടിയതോ ചാളവേലിയെ പോലെ ഒരാളെ കിട്ടി. ആരെ കിട്ടിയാലും കിട്ടിയ ആളുകൾ ചെയ്യും. ഇതാണ് വിശുദ്ധി. കല്യാണം കഴിഞ്ഞ് പിന്നെ ചിന്തയില്ല, കിട്ടിയത് മതി. അതിനപ്പുറത്തേക്ക് ഒരു നമ്മുടെ ബൈബിളിൽ വായിക്കുന്നുണ്ട്, അബ്രഹാം സാറായി കുഞ്ഞ് ജനിക്കാതെ വന്നപ്പോൾ വേലക്കാരി ഹാഗാർ കുഞ്ഞിനെ ജനിച്ചു. നമ്മൾ ഓർക്കും അബ്രഹാം പെണ്ണുപിടിയനാണല്ലോ, വേറെ പെണ്ണുങ്ങളെ പോയത്. അന്നത്തെ രീതിയാണ് സ്വന്തം ഭാര്യയും മക്കളിൽ വേലക്കാരി മക്കളെ ജനിപ്പിക്കാൻ. കൂലിക്കാരി കിട്ടിയ കൂലിക്കാരി രാവിലെ വന്ന് വൈകിട്ട് വീട്ടിൽ പോകുന്ന കൂലിക്കാരി, വീട്ടിൽ നിന്നും നിങ്ങൾ വേലക്കാരി. രാജ്യവും മതവും അങ്ങനെ മക്കളെ ജനിപ്പിക്കാൻ അനുവാദം കൊടുത്തിരുന്നു. ഞാനിത് പറഞ്ഞു, ഒരു ചേട്ടൻ അല്ലെങ്കിൽ ചോദിക്കുക പ്രസവിച്ച ആ രാജ്യം ഇപ്പോഴും വിസ കിട്ടാൻ സാധ്യതയുണ്ടോ? എല്ലാവരും ഉടനെ തൃപ്തിയല്ല, അതിനപ്പുറത്തേക്ക് യാത്ര. ഇവിടെയാണ് ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയുടെ മനുഷ്യരായി മാറുന്നത്. 1 വിജ്ഞാനം, 2 വിവേകം, 3 വിശുദ്ധി. 5 ഗുണങ്ങളിൽ 4ാമത്തേത് വിധേയത്വം. വിധേയത്വം കുടുംബത്തിൽ ഒരു വിധേയത്വമുണ്ട്. ഭർത്താവിനോട് വിധേയത്വമുള്ള ഭാര്യയായിരിക്കണം, ഭാര്യയുടെ വിധേയത്വം ഭർത്താവായിരിക്കണം. ഇന്ന് സ്ത്രീ സമത്വം എന്നൊക്കെ പലരും പറയും, സംവരണം 30% ഒക്കെ പറയും. അതൊക്കെ ഓക്കെ, പക്ഷെ വീട് നിലനിൽക്കണോ ഒരമ്മ പരിചയത്ത് വേണം. അതുകൊണ്ടാണ് ഇതിന് പ്രശ്നം. അതുകൊണ്ടാണ് പറയുക, കല്യാണം എന്ന് പറഞ്ഞാൽ കാഴ്ചിക്ക എന്ന് പറയും. കാഴ്ചിക്ക എന്താ? കാഴ്ചിക്ക കളി, ചിരി, കാര്യം, ഒരു മുന്നോട്ട് അതിന് ചെയ്യുന്നത്. അവിടെയാണ് ഒരു വിധേയത്വം. ചില സമയത്ത് തോന്നും ചുമ്മാ ഞാൻ പൊട്ടിയാക്കപ്പെടുക, എന്റെ മക്കളെ പ്രതി പൊട്ടിയാക്കപ്പെട്ടാലും ചുമ്മാ കാണാൻ. ചില സമയം തോന്നും ഞാൻ വെറും ഒരു പൊട്ടനെ പോലെയാണ് ഒരു കാര്യം. കുടുംബത്തിൽ അനുഭവിച്ചിടക്കും പൊട്ടനായി നിങ്ങൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വന്തമല്ലാത്ത കുഞ്ഞിന് വേണ്ടി കഴുത്തിൽ കയറ്റി കൊണ്ടുപോയതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ ചുമ്മാ നിന്നു എങ്കിലേ കുടുംബം തന്നെ പോകും. ഒരമ്മ കുടുംബത്തിലുണ്ടോ? കുടുംബം തന്നെ. രാഷ്ട്രീയം കഴിച്ച് പുറത്തു പോകുന്ന അപ്പനും അമ്മയുമാണോ പിന്നെ കുടുംബം തകരുകയാണെങ്കിൽ കേരളത്തിലെ ചില വലിയ വലിയ നേതാക്കന്മാരുടെ കുടുംബങ്ങൾ തന്നെ. നമുക്ക് ആ വിനയത്തിൽ ചുമ്മാ വീട് വേണ്ടി വിനയം കാണിക്കുക. ഒരുത്തന് ഭാര്യ ഭയങ്കര പേടിയാണ്. അവൻ മനഃശാസ്ത്രനെ സമീപിച്ചത് എനിക്കിന്റെ കാര്യം കാണും പേടിയോട് മുട്ടുകൂട്ടി വീഴും. മനഃശാസ്ത്രം പറഞ്ഞു അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നാളെ വൈകുന്നേരം പൂസായതിന്റെ അഭിനയിക്കുക, മുണ്ട് പൊക്കി കുത്തുക, തലവിന്റെ ശേഷിക്കുക, ഗേറ്റിൽ കൊണ്ട് പറയുക പുല്ലാണ് പുല്ലാണ്, ഭാര്യയ്ക്ക് പുല്ലാണ്, അങ്ങനെ പറയാറ്. ഏതാനും ദിവസം കൊണ്ട് നല്ല ധൈര്യം. ഇവൻ 6 ഗതിയും പുല്ലാണ് പുല്ലാണ്, ഭാര്യ ചെറുതിൽ ചൂടുവല്ല പരമ്പര പറഞ്ഞു വിളിച്ചു. അവരെ സകലമായ ആഫീസിൽ കൊടുത്തു. അവൻ പുല്ലാണേ പുല്ലാണേ ഈ മുറ്റം നിറയെ പുല്ലാണ്. അങ്ങനെ വരുന്നത് പിള്ളേർ തരകിന് നേരം വലിയ അവസാനമാണ് അപ്പന്റെ വാക്കുകൾ. അപ്പൻ ഇന്ന് അമ്മയുടെ വാക്ക് അതവരുടെ സമുദായം കാര്യത്തില്ല. വിധേയമുള്ള ഒരു കുടുംബം, ഒരു വീട്ടിൽ ഒരാപ്പിൾ 5 മക്കൾ. ഈ 5 മക്കൾ ഒരു അമ്മ ആപ്പിൾ കഴിച്ചു. അമ്മ ഒരു വടമുണ്ടാക്കി അമ്മ പറയുന്നു. അതുപോലെ അക്ഷരം പിടി അനുസരിക്കുന്നവർക്ക് ഈ ആപ്പിൾ കൊണ്ടുപോകാം. ചില വിഷയം
അമ്മ ഭയങ്കരയാണല്ലോ അപ്പോഴത്തെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നല്ലപോലെ കച്ചവടം അനുസരിക്കുക. അവസാനം 5 വീടുകളിൽ ഒന്നുകൂടി 7-14 ഒരു ഭർത്താവ് ഭാര്യ മൂലം വീണ്ടെടുക്കപ്പെടും, ഒരു ഭാര്യ ഭർത്താവ് മൂലം വീണ്ടെടുക്കപ്പെടും. കല്യാണം കഴിച്ച നാളുകളിൽ എന്റെ ഭർത്താവിന് ഇടയ്ക്ക് കുറവുണ്ട്. ആ കുറവ് 4-5 വർഷം പിന്നെയും ഭാര്യ പറഞ്ഞാൽ അവൾ പരാജയപ്പെട്ട ഭാര്യയായി. ആ കുറവ് പരിഹരിക്കാൻ അവൾ കഴിയില്ല. വിവാഹത്തിൽ ഭാര്യയ്ക്കുള്ള കുറവ് വർഷം കഴിയുമ്പോൾ അത് തന്നെ പറഞ്ഞിരുന്നാൽ അതിന്റെ അർത്ഥം ഞാൻ പരാജയപ്പെട്ട ഭർത്താവ് വീണ്ടെടുക്കാൻ പറ്റുകയില്ല. ഭാര്യയുടെ കുറവുകൾ ഭർത്താവ് പരിഹരിക്കണം, ഭർത്താവിന്റെ കുറവുകൾ ഭാര്യ പരിഹരിക്കണം. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് 5 ചേർത്തിമാരിൽ ഭർത്താവ് പറയാം. ഒരു ചേർത്തി പറഞ്ഞു, എന്റെ കെട്ടിയവൻ ഏത് പെണ്ണുപോയാലും വായി നോക്കിയിരിക്കും, വായി നോക്കി. രണ്ടാമത്തോട് പറഞ്ഞു, എന്നും കാശി വീടുകളിൽ വളർത്തലില്ലേ. മൂന്നാമത്തോട് പറഞ്ഞു, കുടിയോ കുടി. നാലാമത്തെ സ്ത്രീ പറഞ്ഞു, ഭയങ്കര മുമ്പോക്കാരൻ. 5ാമത്തെ സ്ത്രീ പറഞ്ഞു, നമ്മുടെ കെട്ടിയന്മാരെ കുറിച്ച് എന്നെ പറയാം, അത് വളരെ മോശം. എന്നെ പറയാനാണെങ്കിൽ എന്റെ കരങ്ങളെ കുറിച്ച് എന്തെല്ലാം ദൈവത്തിന് നമ്മൾ തന്ന ഭർത്താവ് തന്ന ഭാര്യ അതിനൊന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെ കുടുംബം പോലെ വിശ്വാസത്തിൽ തിരുകുടുംബം പോലെ പ്രാർത്ഥനയിൽ വീണ്ടെടുത്ത് നമ്മുടെ കുടുംബമായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നവതികൾ നിലവിൽ ഇടവസമൂഹം തിരുനാളിന് മൂന്നിൽ പോകുമ്പോൾ ഈ കുടുംബചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിക്കാം. അല്പം കൂടെ മെച്ചപ്പെട്ട കുടുംബം നയിക്കുവാൻ ഈ ചിന്തകൾ നമ്മളെ ശക്തിപ്പെടുത്തിട്ട് നല്ലവനായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുന്നത്.